നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിരഞ്ജന. ഞാൻ മിഷൻ ബെറ്റർ ടുമോറോയുടെ ഓർഗനൈസിംഗ് ടീമിലെ ഒരു അംഗമാണ്. മിഷൻ ബെറ്റർ ടുമോറോ നടത്തുന്ന പോസ്റ്റ് ഫ്രൈഡേ ടോക്ക് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ COVID-19 മഹാമാരിയും അതിന്റെ പിന്നിൽ ഒരു ലോക്ക്ഡൌണും കൂടെ വന്നതോടെ നമ്മൾ എല്ലാവരും വീട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്നവർക്കും കുറച്ച് പോസിറ്റിവിറ്റി നൽകാനും ഈ ലോകത്തിൽ അവരെ കാത്തിരിക്കുന്ന പോസിബിലിറ്റീസിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോക്ക് സീരീസ് ആരംഭിച്ചത്. എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മണിക്ക് സൂമിലും അതേപോലെ ഫേസ്ബുക്ക് ലൈവിലുമാണ് നമ്മുടെ ഈ ടോക്ക് സീരീസ് നടക്കുന്നത്. ഇതിന്റെ പോസ്റ്റേഴ്സ് MBT യുണൈറ്റഡ് എന്ന മിഷൻ ബെറ്റർ ടുമോറോയുടെ ഫേസ്ബുക്ക് പേജിൽ അവൈലബിൾ ആയിരിക്കും. അതെല്ലാവരും നിങ്ങൾ കഴിയുന്നത്രയും ഷെയർ ചെയ്യണം. എല്ലാ ആഴ്ചത്തെ പോലെയും ഞാൻ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഫ്ലോ എന്ന് പറയാം. ഇന്നത്തെ നമ്മുടെ വിഷയം ആക്ച്വലി സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. അതിനെപ്പറ്റി സംസാരിക്കാൻ നമ്മളോടൊപ്പം വളരെ എമിനന്റ് ആയ 2 പാനലിസ്റ്റ് ചേർന്നിട്ടുണ്ട്. ഡോക്ടർ PS സിന്ധുവും ശ്രീ ടിനി ടോമും. ആദ്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ വിജയൻ സാറ് നമ്മളോട് സ്ട്രെസ് മാനേജ്മെന്റിനെ പറ്റി 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മളെ പാനലിസ്റ്റുമായിട്ടുള്ള ഡിസ്കഷൻ തുടങ്ങും. ഈ ഡിസ്കഷന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ സൂമിലെ ചാറ്റ് ബോക്സിലോ ഫേസ്ബുക്ക് ലൈവിന്റെ കമന്റ് സെക്ഷനിലോ ഇടാം. ഡിസ്കഷന് ശേഷം നമ്മൾ നടത്തുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിൽ നമ്മൾ ആ ചോദ്യങ്ങൾ പാനലിസ്റ്റിനോട് ചോദിക്കും. നമ്മുടെ സമയ പരിമിതികൾ കാരണം എല്ലാ ചോദ്യങ്ങളും എടുക്കാൻ പറ്റിയെന്ന് വരില്ല, അത് ക്ഷമിക്കണം. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം അവസാനിക്കും. ഇന്നത്തെ നമ്മുടെ 2 പാനലിസ്റ്റിനെയും ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യമായി നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് ഡോക്ടർ PS സിന്ധു ആണ്. മാഡത്തിന്റെ ക്വാളിഫിക്കേഷൻസിന്റെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്, അത് ഞാൻ ഇവിടെ വായിക്കുന്നില്ല. നിലവിൽ മാഡം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൂടാതെ തന്നെ മാഡത്തിന് പ്രിവെൻഷൻ ഓഫ് എപ്പിഡമിക് ആൻഡ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് സെല്ലിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയുള്ള ചുമതലയുണ്ട്. അതിന്റെ ഭാഗമായി മാഡം കേരളത്തിന്റെ കോവിഡ് പ്രതിരോധന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. മാഡത്തിന് പോസ്റ്റ്ബോസിലേക്ക് സ്വാഗതം. നമ്മുടെ 2ാമത്തെ സ്പീക്കർ ശ്രീ ടിനി ടോം ആണ്. സാറിനെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാമായിരിക്കും. കോമഡി ട്രൂപ്പുകളുടെ ഒരു അംഗമായി സാറ് കരിയർ ആരംഭിച്ചു. അതിനുശേഷം മലയാള സിനിമാ രംഗത്തെത്തി. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ്, ഇന്ത്യൻ റുപ്പി, ബ്യൂട്ടിഫുൾ, വെള്ളിമൂങ്ങ തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹത്തിന്റെ മികച്ച അഭിനയം നമ്മൾ എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ട്. സർ ഇപ്പോ വോഡഫോൺ കോമഡി സ്റ്റാർസ് എന്ന കോമഡി റിയാലിറ്റി ഷോയുടെ ഒരു ജഡ്ജും കൂടെയാണ്. സിനിമയും കോമഡിയും എല്ലാം മാറ്റിവെച്ചാലും അദ്ദേഹം ഒരു ലോ ഗ്രാജുവേറ്റ് ആണ്. രാം മനോഹർ ലോഹിയ കോളേജ് ഓഫ് ലോ ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹം LLB പൂർത്തിയാക്കി. അതോടൊപ്പം തന്നെ അദ്ദേഹം പല സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. ശ്രീ ടിനി ടോമിനെയും നമ്മുടെ ഡോക്ടർ ഇന്ദുവിനെയും ഞാൻ സ്നേഹപൂർവ്വം പോസ്റ്റ്ബോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ വിജയൻ സർ സ്ട്രെസ് മാനേജ്മെന്റിനെ പറ്റി നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു നിരഞ്ജന. ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. നമ്മുടെ ഈ പോസ്റ്റ് ടോക്ക് സീരീസിന്റെ 8th എഡിഷനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിവെച്ചിരിക്കുന്നത് ഈ സംഘർഷങ്ങൾ എങ്ങനെ നേരിടാം, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ്. എനിക്ക് തോന്നുന്നത് സംഘർഷങ്ങളെ നേരിടുന്നതിൽ നമ്മൾ വേണ്ട രീതിയിൽ വിജയിക്കാതെ വരുമ്പോഴായിരിക്കും ഈ സ്ട്രെസ്സിലേക്കൊക്കെ വരുന്നത്. നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് ഈ ചിരിയിലൂടെ ജീവിതത്തെ നേരിടാം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളിവിടെ ഈ ടോപ്പിക്കിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതിൽ വളരെ രസകരമായിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഇന്ന് ഗസ്റ്റ് സ്പീക്കേഴ്സ് എന്ന് പറയുന്നത്. ഒരാൾ അതിന്റെ ശാസ്ത്രീയമായ വശത്തെ കുറിച്ചിട്ട് ഇന്ത്യയിലും പുറത്തുമൊക്കെ പോയി പഠിച്ച് അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഈ ഇത്തരത്തിൽ ഒരു വലിയ സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിന്റെ നമ്മുടെ COVID-19 സ്പ്രെഡിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അതിന്റെ കമ്മ്യൂണിറ്റി സ്പ്രെഡിന്റെ പ്രിവെന്റ് ചെയ്യുന്നതിന്റെ ഓവറോൾ സൂപ്പർവിഷനുള്ള ഒരു ഹെഡായിട്ട് വർക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ എത്രയും ടഫായിരിക്കുന്ന സമയത്ത് പോലും റിലന്റ്ലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ. അങ്ങേ ഭാഗത്ത് ഇതിന്റെ ശാസ്ത്രീയതയൊക്കെ മാറ്റി നമ്മൾ ചുമ്മാ അങ്ങ്
മനസ്സിനെ നിർമ്മലമാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷമാക്കി കഴിയുന്നതാണ് യഥാർത്ഥത്തിലുള്ള എല്ലാ സ്ട്രെസ്സിന്റെയും പരിഹാര മാർഗം നമുക്കൊക്കെ കാണിച്ചു തരുന്ന നമ്മളെ പ്രിയപ്പെട്ട ടിനി ടോം. ഒരുപക്ഷെ ഏറ്റവും നന്നായി ചിരിപ്പിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കും ഏറ്റവും വലിയ ഫിലോസഫേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. കാരണം നിങ്ങൾ കേട്ടിരിക്കുമല്ലോ, നമ്മുടെ ചാർലി ചാപ്ലിൻ പറയാറുണ്ട്, ഞാൻ മഴയത്ത് പോകുന്ന സമയത്ത് മഴയത്ത് നടക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ലോകത്തെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിരിക്കുന്ന ഈ ചാർലി ചാപ്ലിൻ പറയുന്നത്, എനിക്ക് മഴയത്തൂടെ നടക്കാൻ ഏറ്റവും ഇഷ്ടമാണ്, കാരണം എൻ്റെ കണ്ണുനീര് മറ്റാരും കാണാറില്ലെന്ന്. പക്ഷെ ഏറ്റവും വലിയ ഫിലോസഫേഴ്സ് ഏറ്റവും വലിയ ചിരിപ്പിക്കുന്നവരായിരിക്കണം. ഈ നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛൻ മുതൽക്ക് എല്ലാവരും എടുത്ത് ചോദിക്കുക, തുഞ്ചത്ത് എഴുത്തച്ഛനൊക്കെ ജീവിതത്തെ കുറിച്ച് ഇത്രത്തോളം ചിന്തിച്ച മറ്റൊരു വ്യക്തി ഉണ്ടായിരിക്കുമോ എന്നറിയില്ല. പലപ്പോഴും ചിരി എന്ന് പറഞ്ഞത് യാതൊരു പണത്തിന് ചെലവില്ലാത്ത ഒരു കാര്യമാണെങ്കിലും ചിരിക്കാൻ പലർക്കും വലിയ മടിയാണ്. എന്നെയും പലരും കുറ്റം പറയാറുണ്ട് ചിരി കുറവാണെന്നുള്ളത്. പക്ഷെ ചിരിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏറ്റവും കോസ്റ്റ്ലെസ് ആയിരിക്കുന്ന, എഫേർട്ട്ലെസ് ആയിരിക്കുന്ന ഒരു സംഭവമാണെങ്കിലും ചിരിക്കുക എന്ന് പറയുന്നത് അത്ര നിഷ്പ്രയാസം നടക്കാത്ത രീതിയിൽ കാണാം. പക്ഷെ എനിക്ക് തോന്നുന്നു പുറത്തെ ചിരിയേക്കാൾ കൂടുതൽ അകത്ത് ചിരിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഒരു കാര്യമായിരിക്കും തോന്നുന്നു. അകത്ത് ചിരിയുള്ള ആളുകളെ സംബന്ധിച്ചോളം അവരുടെ പ്രവർത്തനത്തിൽ അത് വളരെ റിഫ്ലക്ട് ചെയ്യാറുണ്ട്. ഇവിടെ ചിരിക്കാൻ പറ്റാതിരിക്കുന്നതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് അകത്ത് ഉരുണ്ടുകൂടുന്ന സ്ട്രെസ്സുകളുടെ ഒരു കാരണമായിരിക്കും. പലപ്പോഴും നമുക്ക് അകത്തും പുറത്തും ചിരിക്ക് പറ്റാതെ പോകുന്നത് അകത്ത് ഉരുണ്ടുകൂടുന്ന സ്ട്രെസ്സിന്റെ ഒരു സ്ട്രെസ്സായിരിക്കും. പക്ഷെ നമ്മൾ ആലോചിക്കാത്തൊരു കാര്യം, എനി സ്ട്രെസ് ഈസ് ആക്ച്വലി എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മുടെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ഒരു റിയാക്ഷൻ, ഒരു ഇമോഷൻസിന്റെ റെസ്പോൺസ്, നമ്മളൊരു ഇമോഷണൽ റെസ്പോൺസ് ആണ് ഒരു സ്ട്രെസ് എന്ന് തോന്നുന്നു. സ്ട്രെസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്, കുട്ടികൾക്കും ഉണ്ട്. എൻ്റെ മകൻ അവൻ 8ാം വയസ്സാകുമ്പോൾ പറഞ്ഞു, ഞാൻ സ്ട്രെസ്ഫുൾ ആണ്. എന്തോന്ന് വെച്ചു, ഞാൻ ഇന്ന് മുഴുവൻ എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 8ാം ക്ലാസ് 8 വയസ്സുള്ളപ്പോൾ പറയുന്ന എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് എന്താണ്? അവന്റെ കുട്ടിക്കാലത്ത് ചോദിച്ചെന്താ പ്രത്യേകത? അന്ന് ആരും എന്നോട് പഠിക്കാൻ പറയില്ലായിരുന്നു, സമയത്തിന് കുളിക്കാൻ പറയില്ലായിരുന്നു, നേരത്തെ എഴുന്നേൽക്കാൻ പറയില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഇതൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര സ്ട്രെസ് ആണെന്നാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികളാണെങ്കിൽ അവരെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞ കുട്ടികളുടെ സ്റ്റുഡന്റ് വിദ്യാഭ്യാസ കാലഘട്ടം ഏറ്റവും മനോഹരമാണെന്ന് പറഞ്ഞാലും പഠനം എന്ന് പറയുന്ന ഒരു സ്ട്രെസ്, സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞ സ്ട്രെസ്, ഇങ്ങനെ പല സ്ട്രെസ്സുകളും അവർക്ക് ഉണ്ടാവും. ഈ ബാച്ചിലേഴ്സ് ആയിരിക്കുന്ന ആളുകൾക്കുള്ള ടെൻഷൻ എന്താണ്? ഈ കല്യാണം കഴിക്കാത്തതിലുള്ള ടെൻഷൻ ആയിരിക്കും. കല്യാണം കഴിച്ചവർക്ക് എന്താണ്? കല്യാണം കഴിച്ചു പോയതുകൊണ്ടുള്ള ടെൻഷൻ ആയിരിക്കും. അത് ഏതൊരു സിനിമയിൽ പറയുന്നുണ്ട്, ഈ പറയുന്ന ഒരു നായകനോട് ഒരു ഹാസ്യ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ സന്തോഷമായിട്ടൊക്കെ നടന്നാൽ മതിയോ, കല്യാണമൊക്കെ കഴിക്കേണ്ടത്. അപ്പൊ അതൊരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു രീതിയായിട്ട് ചിലർ കണ്ടേക്കും. ഈ ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ എംപ്ലോയി സ്ഥലത്തെത്തുക, എംപ്ലോയിയോട് എന്ത് ചെയ്യുക, തന്റെ ജോലികൾ ചെയ്യുക എന്നുള്ള ഒരു സ്ട്രെസ് നടക്കുന്നുണ്ടാവും. അതിനുള്ള സഹപ്രവർത്തകരുടെയും മുതലാളിയുടെയും ഒക്കെ റിലേഷൻഷിപ്പ്, സീനിയർ സബോർഡിനേറ്റ്സിന്റെ ഒക്കെ, സീനിയർ ഓഫീസേഴ്സിന്റെ ഒരു എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം വർക്ക് എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതുണ്ടാവും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിൽ മറ്റുള്ളവർ ഇടപെടുന്നു ഇടപെടിപ്പിക്കുന്നു എന്നുള്ളത് സ്ട്രെസ്. പാരന്റ്സിന് കുട്ടികൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള സ്ട്രെസ്. ഒരു 4 അംഗങ്ങളുള്ള ഒരു കുടുംബത്തെ മാനേജ് ചെയ്യാൻ തന്നെ വലിയ സ്ട്രെസ്ഫുൾ ആണ്. അതോടൊപ്പം തന്നെ ഒരു കൺട്രി മാനേജ് ചെയ്യുന്ന ആൾക്ക് എന്താണ്, അതും ഒരു വലിയ സ്ട്രെസ്സാണ്. അങ്ങനെ ചിലപ്പോൾ കൺട്രി മാനേജ് ചെയ്യുന്ന ആളുകൾക്ക് ഇത്ര വലിയ സ്ട്രെസ് തോന്നാറില്ല. ഒരിക്കലും നമ്മളെ ബഹുമാനായ പ്രധാനമന്ത്രി എന്നോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ സ്ട്രെസ്സൊക്കെ മാറ്റുന്നത് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഈ ട്രോൾസ്, എന്നെ കുറിച്ചൊക്കെ ഉള്ള ട്രോൾസുകൾ ഇങ്ങനെ ആൾക്കിടക്ക് നോക്കിക്കൊണ്ട് ആസ്വദിക്കലാണെന്ന് പറയാറുണ്ട്. ഈ സ്ട്രെസ്സുകളുടെ സോഴ്സുകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ റിലേഷൻസ് ആകാം. നമ്മൾ പിന്നെ കുട്ടികളും പാരന്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ളത്, അല്ലെങ്കിൽ സബോർഡിനേറ്റ് ആൻഡ് സീനിയേഴ്സ് തമ്മിലുള്ള ഇങ്ങനെയുള്ള പല റിലേഷൻസ് തന്നെ എന്ത് ചെയ്യാം, സ്ട്രെസ്സിന് ചിലപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ റിസോഴ്സസിന്റെ മാനേജ്മെന്റിൽ ഉണ്ടാകുന്ന ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ അതിന്റെ മിസ്മാച്ചുകൾ സ്ട്രെസ് ഉണ്ടാക്കാം. ചിലപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന ടൈം കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, ടൈമിനെ നമ്മൾ വേണ്ട രീതിയിൽ പലപ്പോഴും എനിക്കൊക്കെ പറ്റുന്ന ഒരു സമയം തന്നെ ലാസ്റ്റ് മിനിറ്റിൽ ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് ട്രാഫിക് ഉണ്ടാവും. അപ്പൊ ട്രാഫിക്കിൽ ഇങ്ങനെ ഞാനായിരിക്കും ഒരു എൻ്റെ ഡ്രൈവർ ഒരു 3 ബ്രേക്ക് ഇടുമ്പോൾ ഞാൻ ഒരു 10 ബ്രേക്ക് ഇവിടെ ഇട്ടിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ കൂടി ഒരു അർജൻസി സിൻഡ്രോം ക്രിയേറ്റ് ചെയ്യുന്നത്, ടൈമിനെ മാനേജ് ചെയ്യുന്നതിൽ ഒരല്പം ഒരു വൈകരുത് എന്നുള്ള ഒരു തോന്നൽ കൊണ്ടായിരിക്കണം അതുണ്ടാവും. പലപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരു പോസിറ്റീവ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്റ്റീവ് ആയിരിക്കുന്ന ഒരു സ്ട്രെസ് എന്ന് പറയുന്നതും ഡിസ്ട്രക്റ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിരിക്കുന്നതും. ഇപ്പൊ ഏതൊരു ഒരു അത്ലറ്റ് എടുത്തു നോക്കുക, ഏറ്റവും നിങ്ങൾ മിൽഖ ബാഗ് എന്ന് പറയുന്ന ഫിലിമുകൾ കണ്ടിരിക്കും. അതിനകത്ത് ഒരു വലിയ മലയ്ക്ക് മുകളിലേക്ക് മിൽഖ സിംഗ് എന്ന് പറയുന്ന ആളെ ഒരു ടയർ കെട്ടിച്ച് വലിച്ചു കൊണ്ട് ഓടിപ്പിക്കുന്നതും അവിടെ വീണു പോകുന്നതും വീണ് കിടക്കുന്ന കോച്ച് മിൽഖ ബാഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഓടിച്ചതുകൊണ്ടാണ് ആ മിൽഖ സിംഗ് ഇവന് ഫ്ലൈയിങ് സിംഗ് ആയി മാറി.
എഡിൻ മോസസ് എന്ന് പറയുന്ന ഈ 1980s ഏറ്റവും വലിയ ട്രാക്ക് ആൻഡ് ഫീൽഡ് വ്യക്തിയായിരുന്നു, അത്ലറ്റ് ആയിരുന്നു. അദ്ദേഹം അറൌണ്ട് 127 മെഡൽസ് കിട്ടിയിരുന്നു. അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സക്സസിന്റെ രഹസ്യം എന്താണ്? അപ്പം പറഞ്ഞു, എനിക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ പെയിൻ എടുക്കാനും സ്ട്രെസ് എടുക്കാനുള്ള കഴിവുണ്ടായത് കൊണ്ടാണ്. അപ്പം അങ്ങനെ സ്ട്രെസ് എടുക്കുന്നതാണ് എല്ലാ ഗ്രോത്തിന്റെയും പിന്നിൽ, എല്ലാ അച്ചീവ്മെന്റിന്റെയും പിന്നിൽ ഒരു സ്ട്രെസ് എടുക്കുന്നതുണ്ടായിരിക്കും. അതേസമയം തന്നെ നമ്മൾ പലപ്പോഴും തന്നെ ഒരു നെഗറ്റീവ് സൈഡിലേക്കും ഇതിനെ പോകുന്ന രീതിയിൽ, അതിനെ ഡിസ്ട്രക്റ്റീവ് ആയിരിക്കുന്ന, അനാരോഗ്യകരമായിരിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. ഇവിടെ വേറൊരു കാര്യം നമ്മൾ കണ്ടിരിക്കുന്നത്, സ്ട്രെസ് മാനേജ്മെന്റിന് ഏതൊരു രീതിയിലുള്ള നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്ന ഇമോഷൻസിനെ ഈസ് ചെയ്യുന്ന ഏതൊരു എഫർട്ടിനെയും നമുക്ക് എന്തായിട്ട് കാണാൻ പറ്റും, ഏതൊരു എഫർട്ടും തന്നെ സ്ട്രെസ്സിന്റെ റിലീസിലേക്ക് നയിക്കും. അത് യോഗ ചെയ്യലാകാം, മെഡിറ്റേഷൻ ആകാം, മ്യൂസിക് കേൾക്കലാകാം, കുക്കിംഗ് ആകാം, നല്ലപോലെ ചിരിക്കുന്നതാകാം, എക്സസൈസ് ചെയ്യുന്നതാകാം. പക്ഷെ പലപ്പോഴും അൺഹെൽത്തി ആയിരിക്കുന്ന പ്രവർത്തനവും കാണാൻ പറ്റും. ഇപ്പൊ ഡ്രഗിലോട്ടുള്ളത്, ഡ്രിങ്ക്സിലോട്ടുള്ളത്, ഓവർ ഈറ്റിങ്, അതുപോലെ തന്നെ ഓവർ സ്ലീപ്പിങ്, പിന്നെ ഔട്ട് ബേസ്റ്റിംഗ്, വികാരങ്ങൾ ഔട്ട് ബേസ്റ്റിംഗ് ഒക്കെ പലപ്പോഴും തന്നെ ഹൈലി ഡേഞ്ചറസ് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അതൊക്കെ തന്നെ പലപ്പോഴും നമ്മളെ മേലെ ഒരു ഫിസിയോളജിക്കലും സൈക്കോളജിക്കലും സോഷ്യലും ആയിരിക്കുന്ന വളരെ അഡ്വേഴ്സ് ആയിരിക്കുന്ന ഇമ്പാക്റ്റിലേക്ക് നയിക്കാൻ പറ്റും. പലപ്പോഴും നമുക്ക് പലർക്കും തോന്നാറുണ്ട്, ഹാർഡ് വർക്കാണ് എന്റെ ഹാർഡ് വർക്ക് കൊണ്ട് എനിക്ക് സ്ട്രെസ് വരും. ഒരിക്കലും ഹാർഡ് വർക്ക് സ്ട്രെസ് വരില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ദുവൊന്നും ഇന്ന് ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല. കാരണം ഹൈലി ലാസ്റ്റ് ഫ്യൂ മന്ത്സ് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടാണ് ഡോക്ടർ ഇന്ദു ഒക്കെ. പക്ഷെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്കാണ് പലപ്പോഴും നമ്മളെ സ്ട്രെസ്സിലേക്ക് കഴിക്കുന്നതാണ് എനിക്ക് തോന്നിക്കുന്നത്. നമ്മൾ ആറ്റിറ്റ്യൂഡ് വർക്കിനെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരിക്കലും വർക്ക് എന്താകാം, പഠനമാകാം, ജോലിയാകാം, മറ്റെന്തുമാകാം, വർക്കിനെ എൻജോയ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ആ വർക്കിനോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡാണ് അതിന്റെ ഡിഫറൻസ് ഉണ്ടാക്കുന്നതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നും. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ടൂ മച്ച് ഔട്ട്കമ്മിനോട് നമ്മളിങ്ങനെ അതിന്റെ റിസൾട്ട് എന്തായിരിക്കണം നമ്മൾ നിരന്തരമായി ബോധഡായിരിക്കുക, അതല്ലെങ്കിൽ നമ്മൾ വളരെ ഹൈ എക്സ്പെക്ടേഷൻ ഇൻ നമ്മൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുക, ഇതെല്ലാം തന്നെ പലപ്പോഴും എന്ത് ചെയ്യും, നമ്മളെ വലിയ അപകടത്തിലേക്ക് നോക്കും. നമ്മൾ ഒരിക്കലും തന്നെ ഔട്ട്കമ്മിലും എക്സ്പെക്ടേഷനും വല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയും നമ്മുടെ എഫേർട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെറ്റർ സ്ട്രെസ് ഫ്രീ ആയിരിക്കുന്ന, ഒരു എൻജോയബിൾ ആയിരിക്കുന്ന ഒരു മെന്റൽ സ്റ്റേറ്റ് നമുക്ക് ഉണ്ടാകാൻ പറ്റും. പലപ്പോഴും ജോലി ചെയ്യുന്നതിന്റെ പിന്നിൽ, എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് പിന്നിലും ഒരു നമ്മൾ എന്ത് ചെയ്യുന്നതിലും ഒരു സെൽഫിഷ് കണ്ടന്റ് ഉണ്ടാവും, സ്വാർത്ഥമായ കണ്ടന്റ് ഉണ്ടാവും, ഒരു മഹത്തായ കണ്ടന്റ് ഉണ്ടാവും. ഒന്നിനും ഒരു സെൽഫിഷ് ഉണ്ടാകരുതെന്ന് പറഞ്ഞത് ശരിയല്ല. പക്ഷെ അതിലൊരു നോബിൾ കണ്ടന്റോട് കൂടിയിട്ട് നമ്മൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ, ഒരു ഗ്രേറ്റർ പർപ്പസോട് കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആനന്ദകരമാക്കാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഒന്ന്, ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എല്ലാവരിൽ നിന്നും എല്ലാം പെർഫെക്റ്റ് ആയി കിട്ടണം എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സ്ട്രെസ്സിന്റെ ഒരു വലിയ സോഴ്സായി മാറും. നോ വൺ ഈസ് പെർഫെക്റ്റ്. ഒരാളും തന്നെ പരിപൂർണനല്ല, ഒരാളും തന്നെ ഒരു പ്രവൃത്തിയും തന്നെ പരിപൂർണയല്ല. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം, ഈ ലോകത്തിൽ ആരും പെർമനന്റും അല്ല, അതുപോലെ തന്നെ ഒരാളും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമല്ല. അതുകൊണ്ട് ഒരു അൾട്ടിമേറ്റിലേക്ക് നമ്മൾ എങ്ങോട്ട് യാത്ര ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത കൂടി ഉണ്ടായാൽ ഇതിനെല്ലാം തന്നെ നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മളുടെ ഈ പെർഫെക്ഷന് വേണ്ടിയിട്ടും മറ്റുള്ളവരിലേക്കുള്ള പരാതികൾ കണ്ടെത്തുകയൊക്കെ ചെയ്യും. നമ്മളാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, നമ്മളില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നൊക്കെ തോന്നുമ്പോൾ സ്ട്രെസ്സുകൾ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ ഗൗരവമായിട്ട് എടുക്കേണ്ടതല്ല ജീവിതം. അത് അതിൻ്റെ വഴിക്ക് വിടുകയും നമ്മൾ എഫേർട്സിൽ നമ്മൾ വളരെ നന്നാക്കി കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്താൽ ഒരു മെച്ചപ്പെട്ട ചിരി പൂർണ്ണമായ ജീവിതം നമുക്കുണ്ടാവും തോന്നും. മാത്രമല്ല ചുറ്റുവട്ടം ഇരിക്കുന്നവർക്കും കുറെ ചിരി പകരാൻ വേണ്ടിയിട്ടും പറ്റിയും. താങ്ക് യു. താങ്ക് യു സർ. നമ്മുടെ ചർച്ചയിൽ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സബ്ജക്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്മൈലിംഗ് ത്രൂ ടഫ് ടൈംസ് എന്ന സബ്ജക്റ്റിലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ നിരഞ്ജന നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ ഇന്ദുവും ജിനി ടോമുമാണ് നമ്മുടെ ഗസ്റ്റ്, ഇന്നത്തെ പാനലിസ്റ്റുകൾ. എൻ്റെ പേര് ആനന്ദ് ഹരിദാസ്, ഞാൻ MBTയുടെ ഒരു പ്രവർത്തകനാണ്. അപ്പോൾ നമുക്ക് നേരെ ചർച്ചയിലേക്ക് പോവാം. ഡോക്ടർ ലൈനിലുണ്ടല്ലോ അല്ലേ? ഡോക്ടറോടാണ് നമുക്ക് സംസാരിച്ച് തുടങ്ങാൻ പറ്റുന്നത്. നമ്മുടെ പകർച്ചവ്യാധികൾ, ഇപ്പൊ നമ്മള് വിജയൻ സാറ് പറഞ്ഞു, നമ്മൾ ചിരിച്ചുകൊണ്ട് ജീവിതത്തെ നേരിടേണ്ട ഒരു കാലഘട്ടമാണിത്. കാര്യം നമ്മൾ പകർച്ചവ്യാധികൾ നമ്മുടെ നാടിനെ മുഴുവൻ കീഴടക്കുന്ന ഒരു അവസ്ഥയിലാണ്. പകർച്ചവ്യാധികളെ തടയുന്ന സർക്കാർ സംവിധാനത്തിന്റെ കോർഡിനേറ്ററാണ്, കേരള കോർഡിനേറ്ററാണ് ഡോക്ടർ ഇന്ദു. ഡോക്ടർ ഇപ്പം കടന്നു പോകുന്നത് വിജയൻ സാർ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈമിലൂടെയാണ്. അപ്പൊ ഈ സ്ട്രെസ് ഡോക്ടർ എങ്ങനെയാണ് ഔദ്യോഗിക ജീവിതത്തിലും
കുടുംബജീവിതത്തിലും ബാധിക്കാതെ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ഡോക്ടർ ആനന്ദ് കേൾക്കാമല്ലോ? കേൾക്കാം ഡോക്ടർ. കേൾക്കാം. താങ്ക് യു ആനന്ദ്. കേരളത്തിന്റെ ഒരു സാമൂഹിക മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സ്ഥാപനവൽക്കരിക്കപ്പെട്ട, അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസിങ് ചേഞ്ചസ് എന്ന് നമ്മൾ പറയത്തില്ലേ, ഏറ്റവും കൂടുതൽ അത്തരം മാറ്റങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത ഒരു 5-6 കാര്യങ്ങൾ. ഞാൻ കുറച്ച് സാമൂഹിക ശാസ്ത്രം, നമ്മൾ ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക വൈദ്യശാസ്ത്രമാണ്. ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഒരുപക്ഷെ നമ്മുടെ അധികാര വികേന്ദ്രീകരണവും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കിട്ടിയത് കുടുംബശ്രീ, അതോടൊപ്പം നിൽക്കുന്ന ഈ കുട്ടികളിലൂടെ അല്ലെങ്കിൽ കുട്ടികളിലൂടെ ഭാവി, ആ തരത്തിൽ ഇത്തരം ഒരു വലിയ സാമൂഹിക മാറ്റത്തെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു ഉദാഹരണം എന്നുള്ള നിലയിൽ ഈ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അതുപോലെയുള്ള, എനിക്ക് തോന്നുന്ന ഈ ഒരു ചർച്ചയുടെ ഒരു പ്ലാറ്റ്ഫോം കുട്ടികളാണ്. കുട്ടികളും അധ്യാപകരും ഈ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, ആ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ തുടങ്ങിയ കുട്ടികളും നാളെയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വലിയ ഒരു ഓഡിയൻസ് ആണ് ഇതിനുള്ളത്. അപ്പൊ അതിന് ചുക്കാൻ പിടിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ചും പ്രിയപ്പെട്ട ശ്രീ വിജയൻ, അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വിഷയത്തിലേക്ക് വരാം. സ്മൈലിംഗ് ത്രൂ ടഫ് ടൈംസ്, അല്ലെങ്കിൽ ഈ ദുർഘട ഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിരിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ആമുഖത്തിൽ വിജയൻ സാർ പറഞ്ഞതുപോലെ ഈ സ്ട്രെസ്, അല്ലെങ്കിൽ നമുക്ക് ഈ സ്ട്രെസ്സിന് പകരം നമുക്കൊരു സുഖമെന്നോ സൗഖ്യമെന്നോ വെൽനെസ് എന്നോ വെൽബീയിങ് എന്നോ പറഞ്ഞാൽ ഈ പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട്. അതായത് ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പക്ഷെ ഈ സമ്മർദ്ദം, അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കുറച്ച് മിനിറ്റുകൾ സംസാരിക്കുന്ന സമയം മുഴുവൻ ഈ സമ്മർദ്ദം എന്നുള്ള വാക്കുകൾ വളരെ കുറച്ച് ഉപയോഗിക്കുകയും കുറച്ച് കൂടുതൽ നമുക്ക് സന്തോഷം തോന്നുന്ന വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഇതില് ഈ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ, ഇപ്പൊ നമ്മള് പരീക്ഷ, കോവിഡ്, ജോലി, വരുമാനം, തൊഴിൽ, അല്ലെങ്കിൽ തൊഴിൽ സംബന്ധം, അല്ലെങ്കിൽ സാമ്പത്തികം, ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പൊതുവിൽ ഒരു സമ്മർദ്ദം. പക്ഷെ ഈ സമ്മർദ്ദം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ്, അല്ലെങ്കിൽ പുറത്താണ്. അതല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്സർ എന്ന് പറയും. അതായത് ഈ സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ, സമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മൾ പെർസീവ് ചെയ്യുന്നതാണ്, നമ്മൾ അനുഭവിക്കുന്നതാണ്. അപ്പൊ ഒരേ കാര്യം, നമ്മൾ പ്രശ്നം എന്ന 1-2 പ്രാവശ്യം ഞാൻ ഉപയോഗിക്കാം. ആ പ്രശ്നത്തെ നമ്മൾ നേരിടുന്ന, അല്ലെങ്കിൽ നമ്മൾ അത് നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കുന്നതിലാണ് അതിന്റെ ഒരു സ്ട്രെസ്. അത് സ്ട്രെസ്സറാണ് നമ്മൾ ഈ പുറത്ത് കാണുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നത്തെ ഒരു സാഹചര്യത്തിലോട്ട് വരികയാണ്. കുട്ടികളുള്ളതുകൊണ്ട് നമ്മൾ പരീക്ഷയിലോട്ട് പിന്നെ വരാം. നമ്മൾ കോവിഡ് പറയുകയാണ്. കോവിഡിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ എല്ലാവരും അങ്ങേയറ്റം എന്താ പറയുന്ന, കുറെ ആശുപത്രികൾ വരുന്നു, അടുത്ത വീടുകളിൽ അസുഖം വരുന്നു, നമ്മുടെ സിറ്റിയിലോട്ട് അസുഖം വരുന്നു, എത്ര പേർക്ക് അസുഖം വരുന്നു. ഇതിന് പകരം നമ്മൾ അതിന്റെ ഒരു പെർസ്പെക്റ്റീവ് തിരിച്ചു മാറ്റി എങ്ങനെ ഇത് വരാതിരിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കുറെയൊക്കെ അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ആ തരത്തിൽ ഇതിന്റെ ഒരു ബയോളജി എന്ന് പറയുന്നത് കണ്ടാൽ ചിരിക്കാൻ പറ്റുക. ചിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഈ സ്ട്രെസ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്കൊരു പേടി, അല്ലെങ്കിൽ ഒരു ആശങ്ക, അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം തോന്നുന്ന സമയത്ത് ഒരുപാട് നമുക്ക് ആവശ്യമില്ലാത്ത, അഡ്രിനാൽ അങ്ങനെയുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ചില ഹോർമോൺ വരികയും അപ്പൊ നമുക്ക് പെട്ടെന്ന് നെഞ്ചിടിപ്പും ടെൻഷനും ഒക്കെ വരികയും ചെയ്യും. അതേസമയം നമ്മൾ ടിനി ടോമിന്റെ ഒരു തമാശ, അല്ലെങ്കിൽ ഇത് വലിയ കാര്യമൊന്നുമില്ല, ഇതും ചലേക, ഇതും പോകും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്കുള്ളതെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഒരു സന്തോഷം. നമ്മൾ ചിരിക്കുമ്പോൾ, നമ്മൾ ഇതിന്റെ ഒരു ജൈവശാസ്ത്രപരമായ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചിരിക്കുമ്പോഴോ സന്തോഷം തോന്നുന്ന ഒരു വർത്തമാനം കേൾക്കുമ്പോഴോ, നമ്മുടെ അടുത്ത ഒരു സുഹൃത്തിനോടോ ബന്ധുവിനോടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം സംസാരിക്കുമ്പോഴോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോഴോ, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുമ്പോഴോ, സിനിമ കാണുമ്പോഴോ ഒക്കെ നമ്മുടെ ബ്രെയിനിൽ നമുക്ക് സന്തോഷം തോന്നുന്ന തന്മാത്രകൾ വരും. അതിന് സെറോട്ടോണിൻ, ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ എന്നൊക്കെ പറഞ്ഞ് പല പല തന്മാത്രകളുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ
സമ്മർദ്ദം കുറയ്ക്കുകയും അതേസമയം നമുക്ക് കുറച്ചുകൂടി ഒരു സുഖം അല്ലെങ്കിൽ സ്വാസ്ഥ്യം അല്ലെങ്കിൽ നമ്മൾ ഈ വെൽബീയിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം. ഇനി ആനന്ദ് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ ഇത് തുടരുകയാണോ? അല്ല ഡോക്ടർ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ ഡോക്ടറിന്റെ സ്ട്രെസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടൊരു ജോബില്? ഇല്ല, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വ്യക്തിപരമായിട്ട് അത്ര സ്ട്രെസ് ഉള്ള ഒരു ജോലിയല്ല. ഇതിലെ ഈ കോവിഡ് നിയന്ത്രണം എന്ന് പറയുന്നത് ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു ഇപ്പം ആരോഗ്യവകുപ്പ്, പോലീസിന് വളരെ പ്രധാനപ്പെട്ട റോളുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, മാധ്യമങ്ങൾ, ഒരുപാട് പേര് ഒന്നിച്ചു ചെയ്യുന്ന, റവന്യൂ ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുടെ കൂട്ടായ ഒരു കാര്യമാണ്. അതില് വളരെ വളരെ ചെറിയ ഒരു കാര്യം മാത്രമേ നമ്മൾ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വ്യക്തിപരമായി, പക്ഷെ തീർച്ചയായിട്ടും അതിന്റെ ഒരു മറ്റു ഭാഗം, അതിനെ നമ്മൾ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, എല്ലാ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ഏറ്റവും പ്രധാനം നമ്മൾ കൈകോർക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഒരു കാര്യത്തെ നേരിടുന്നതിന് പകരം നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, നമ്മൾ ഒന്നിച്ചാണ്, നമ്മൾ ഒരു ഗ്രൂപ്പുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ എല്ലാവരും ഏതാണ്ട് ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് എന്നുള്ള ചിന്തയാണ് മനുഷ്യന് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന, ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം. അതേസമയം നമ്മൾ ഒന്നാണ്, നമ്മൾ ഒന്നിച്ചാണ് ഇതിൽ നിൽക്കുന്നത്. ഇപ്പൊ സ്കൂളുകളിലാണെങ്കിലും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആണെങ്കിലും ഒക്കെ അതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ട് സംഭവിക്കുന്ന അതല്ലേ, നമ്മൾ ഒന്നിച്ചല്ലേ, നമ്മൾ 9ാം ക്ലാസ്സിൽ 40 പേര് ഒന്നിച്ചൊരു ടീമിൽ വരുന്നു, നമ്മൾ ഒരേ കരിക്കുലത്തിൽ കൂടി കടന്നു പോകുന്നു, ഒന്നിച്ചൊരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നു. ഏത് കാര്യമാണെങ്കിലും നമ്മൾ ഒരു ഗ്രൂപ്പുമായിട്ട് അല്ലെങ്കിൽ നമ്മളെ പോലെ ചിന്തിക്കുന്ന, നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. പിന്നെ ഈ വെൽബീയിങ്ങിന് വളരെ പ്രധാനം നമ്മളുടെ സ്വന്തം ആരോഗ്യം ഏറ്റവും പ്രധാനമാണ്. ഇപ്പം ഒരുപാട് പേര് ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഇതിന്റെ പ്രതിഫലനങ്ങൾ പല തലത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതില് നമ്മളുടെ സ്വന്തം ആരോഗ്യം, പ്രത്യേകിച്ചും ഞാൻ കഴിഞ്ഞൊരു ദിവസം പോലീസ് അതിൽ വളരെ പ്രധാനപ്പെട്ട റോളാണുള്ളത്. ആരോഗ്യ പ്രവർത്തകർ, അവരുടെ എല്ലാവരുടെയും സ്വന്തം ആരോഗ്യം പ്രധാനമാണ്. നമുക്ക് സമയത്ത് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുന്നതാണ് ഈ വലിയ സ്ട്രെസ് കൂടുമ്പോൾ നമുക്ക് ഉറക്കം കിട്ടാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ പറ്റുമെങ്കിൽ നമ്മൾ 7-8 മണിക്കൂർ ഉറങ്ങുക. ഒരുപാട് കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുട്ടികൾക്കും ഒരുപാട് ഇപ്പം സ്കൂളിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു കൂട്ടുണ്ട് അല്ലേ, നമ്മൾ ബെഞ്ചിലോ അടുത്തടുത്ത കസേരകളിലോ ഒന്നിച്ചിരുന്ന് പഠിക്കുന്നു, നമ്മൾ വീട്ടിലെയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്നിച്ച് സംസാരിക്കുന്നു, പങ്കുവെക്കുന്നു. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും അവരവരുടെ വീടുകളിൽ ഒന്നുകിൽ സ്മാർട്ട് ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ക്ലാസ്സുകൾ കാണാറുണ്ട്, ടീച്ചർമാര് പഠിപ്പിക്കുകയാണ്. ഇപ്പൊ ഇപ്പം ഒരു സ്കൂളിൽ പോവുക, വീട്ടിലിരിക്കുന്നതിന്റെ ഒരു സൗകര്യമൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കൂട്ടായ്മ, അതല്ലെങ്കിൽ ഒരു സാമൂഹികമായി നമ്മളൊക്കെ ഒന്നിച്ചു ചേരുന്ന അവസരങ്ങള് ഇപ്പം കുറഞ്ഞു വരികയാണ്. അതിനെ നമുക്ക് ഇതുപോലുള്ള ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ഒക്കെ നല്ലതാണെങ്കിലും വീടുകളിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അച്ഛനമ്മമാരും കുട്ടികളും മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ. അപ്പം നമ്മൾ നേരിട്ട് കാണുന്നത് അച്ഛനമ്മമാരും കുട്ടികളും മാത്രമാണ്. അപ്പൊ അവര് തങ്ങളില് ഈ ക്ലാസ്സും ഓൺലൈനും ഒന്നും അല്ലാത്ത ഒരു സമയത്ത് കൂടുതൽ സമയം നമ്മളെ കുറിച്ചും ചുറ്റുപാടിനെ കുറിച്ചും ഒക്കെ സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് വലിയ കാര്യമാണ്. ഈ സമാധാനമായിട്ടും സന്തോഷമായിട്ടും നമുക്ക് എന്തിനെ കുറിച്ചുമാകട്ടെ തങ്ങളിൽ സംസാരിക്കാൻ പറ്റുകയും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിന് ഈ ഇത്തരം സാഹചര്യങ്ങളെ ചിരിയോടെ നേരിടാനായിട്ട് സഹായിക്കും. താങ്ക് യു ഡോക്ടർ. ഞങ്ങളുടെ മിഷൻ ബെറ്റർ ടുമോറോ പോസ്റ്റ് എന്ന സീരീസ് തുടങ്ങിയത് തന്നെ ഈ ഒരു കൂട്ടായ്മ എങ്ങനെ നമുക്ക് ഗ്ലോബലി ബിൽഡ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ സൂമിൽ 100ഓളം പേര് SPC-ന്നും ഓവർസീന്നും ഉണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തെ ആൾക്കാർ ഇത് ലൈവായിട്ട് ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ റെഗുലറായിട്ട് വരുന്നൊരു ഓഡിയൻസ് പോസ്റ്റ് സീരീസിനുണ്ട്. അപ്പൊ ഞങ്ങളുടെ എഫേർട്ടും ഇത് കൃത്യമായിട്ട് ഈ കൂട്ടായ്മയുടെ പോസിറ്റിവിറ്റി, അതിന്റെ പോസിബിലിറ്റീസ് അന്വേഷിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ടിനിയുടെ അടുത്ത ചോദ്യം, ഇപ്പം സിനിമ ഇൻഡസ്ട്രിയും ഈ ക്രൈസിസിലൂടെ നമ്മൾ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ക്രൈസിസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സിനിമ മാത്രമല്ല, പെർഫോമിംഗ് ആർട്സ് പൊതുവെ ക്രൈസിസിലാണ്. അവർക്ക് വേദികൾ നഷ്ടമാകുന്നു, സിനിമ ഷൂട്ടിംഗ് നിൽക്കുന്നു, ഷൂട്ട് ചെയ്ത സിനിമകൾ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് പോകുന്നില്ല. ടിനി ഈ ഒരു ക്രൈസിസിൽ എങ്ങനെയാണ് ടിനി റെസ്പോണ്ട് ചെയ്യുന്നത്? ഞാൻ 2-3 ക്രൈസിസ് ഫേസ് ചെയ്തതാണ്. ഒന്ന് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞൊരു, അത് പ്രളയബാധിതനാണ്. അത് 2018 എഫക്റ്റഡ് ആയി, ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആയി. പിന്നെ 2019 ജസ്റ്റ് വീടിന്റെ മുന്നിൽ വരെ വന്നുള്ളൂ, പെരിയാറിന്റെ മുന്നിൽ കൂടി ഒഴുകുന്നത്. പിന്നെ വരുന്നതാണ് കൊറോണ. അപ്പൊ ഈ 3 ഞാൻ
വളരെ വളരെ ഫ്രീ ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി കടന്നു വന്നവനാണ് ഞാൻ. യഥാർത്ഥത്തില് ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്താന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അതൊരു സയൻസ് ആണോ, അത് ഈ സൈക്കോളജി സൈക്കാട്രി എന്ന് പറയുന്ന സയൻസ് ആണോ എന്ന് ഇപ്പോഴും തർക്കം നടക്കുന്നുണ്ട്. ഞാൻ അതിൽ കൂടെ കടന്നു വന്നവനാണ്. സൈക്കാട്രിക് പേഷ്യന്റ് ആയിരുന്നു ഞാൻ. അപ്പൊ അതിൽ നിന്നും സർവൈവ് ആയി. ശരിക്കും പറഞ്ഞാൽ തീയിൽ കൊരുത്തെന്ന് പറയാൻ പറ്റും. അതിന്റെ കാരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കലാകാരന്മാർ ഇപ്പൊ സുശാന്ത് സിംഗ് രജ്പുത് സക്സസ്ഫുൾ ആയിട്ട് തോന്നും, പക്ഷെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ചു കഴിയുമ്പോൾ അത് കിട്ടാണ്ട് വരുമ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആവും. പക്ഷെ നമുക്ക് കിട്ടിയ നല്ല കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. നല്ല കാര്യങ്ങളിലേക്ക് ചിന്ത തിരിച്ചു വിടുമ്പോൾ നമുക്ക് ഒരുപാട് കിട്ടിയതായിട്ട് തോന്നും. പക്ഷെ എനിക്കിതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിപ്പോയി. ഞാൻ വിചാരിക്കുന്ന റേഞ്ചിൽ ഞാൻ എത്തുന്നില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു, ഞാനൊരു ഫൈറ്ററാണ്, എന്നിട്ടും എനിക്ക് പറ്റുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ ഒരു പൊട്ടനായിരുന്നു. കാരണം എനിക്ക് എന്റെ കൂടെ വന്നവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരുപാട് ഹൈറ്റ്സിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഇതൊക്കെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, എന്റെ റേഞ്ച് വേറെയാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോ ഇതൊക്കെ കടന്നു വന്നതുകൊണ്ട് എനിക്ക് ഈ കോവിഡ് സമയത്ത് വളരെ കൃത്യമായിട്ട് ഫസ്റ്റ് നമ്മുടെ മുഖ്യമന്ത്രി ഇത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് പ്ലാൻസ് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഒരുപാട് പ്രോജക്ട്സ് TV-യിലാണെങ്കിലും സിനിമയായിട്ടാണെങ്കിലും അതൊന്നും ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ട്. കുറച്ചു നേരം ഞാൻ ഇങ്ങനെ ഡിമ്മായെങ്കിലും ഞാൻ ഉടനെ അങ്ങോട്ട് ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് ഞാൻ ആ സമയത്ത് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ വിജയൻ സാറിന് ആദ്യം ഞാൻ നന്ദി പറയാണ് ഇതിലൊരു സ്പേസ് തന്നതിന്. പെട്ടെന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അതിലേക്ക് പോയി. എന്നെ ഇതിൽ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. ഇതിനിടയ്ക്ക് യോഗ എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ കുറെ കാലം ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു ശരീരം അനക്കുന്ന പണി ചെയ്യാറുണ്ട്, ജിമ്മായിട്ടും ഇതായിട്ടൊക്കെ. പക്ഷെ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ആയത് യോഗയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് പഠിച്ചെടുക്കാൻ വിജുക്കുട്ടൻ എന്ന് പറഞ്ഞ നടനാണ് എന്നെ അതിലേക്ക് കൊണ്ടുവന്നത്. ബ്രീത്തിങ്ങിന്റെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ. അപ്പൊ യോഗക്ക് ഒരു നല്ല സമയം കിട്ടും. ഒരു 1.5-2 മണിക്കൂർ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് യോഗ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഭയങ്കര ഇതാണ്. അപ്പൊ ഒരു പീരീഡ് ഉണ്ടാക്കി. ഞാൻ സ്കൂൾ കാലത്തേക്ക് തിരിച്ചുപോയി. 10-20 വർഷം പിന്നിലേക്ക്, 10-25 വർഷത്തിലേക്ക് ഞാൻ തിരിച്ചുപോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പീരീഡ് ഉണ്ടാക്കി. കാലത്ത് യോഗയിൽ നിന്ന് തുടങ്ങുന്നു. അപ്പൊ തന്നെ നമ്മുടെ ഫുള്ള് നമുക്കൊരു ഫ്രഷ്നെസ് ആണ്. ഭയങ്കര കുളിച്ചു കഴിഞ്ഞു വരുന്നു. പിന്നെ ഞാൻ കാലത്ത് ഫോറിൻ ഫിലിംസ്, അതായത് മലയാള സിനിമകളല്ല, ഫോറിൻ ഫിലിംസ്. അപ്പൊ ഒരു രാജ്യത്തെ കാണാൻ സാധിക്കും. ഒരു അറബിക് പടം കാണുമ്പോൾ ഒരു ലെബനീസ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അപ്പൊ ലെബനൻ എന്താണെന്ന് അറിയാൻ പറ്റുന്നു. അങ്ങനെ ഫോറിൻ ഫിലിംസ് ഇപ്പൊ 1000 രൂപ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമസോണൊക്കെ ഒരു വർഷത്തൊക്കെ കിട്ടും. നമുക്ക് ലുലു പോയി ഒരാൾക്ക് സിനിമ കാണാൻ 1000 രൂപ വരും. പക്ഷെ 1000 രൂപ കൊണ്ട് ഒരുപാട് സിനിമകൾ കാണാൻ പറ്റും. അപ്പോൾ അത് ടെക്നോളജിയുടെ ഒരു സഹായം ഞാൻ തരും. ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് എന്റെ പഠന വിഷയമാണ്, എന്റെ പാഷനാണ്. അപ്പോ അത് സിനിമ കഴിയുമ്പോഴേക്കും ഉച്ചയാവും. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് വായന എന്ന് പറഞ്ഞൊരു സംഭവം. എനിക്ക് ഭയങ്കര ഒരു ഹാർഡ് കോർ റീഡർ അല്ല ഞാൻ, പക്ഷെ എങ്കിലും ഒരു പേജെങ്കിലും ഒരു ദിവസം വായിക്കുക. ഞാൻ വർത്തമാന പുസ്തകം എന്ന് പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ യാത്രാ വിവരണമാണ്. അതെനിക്ക് ഒരു വികാരിയച്ഛൻ തന്നിരുന്നു. അപ്പൊ എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായതിന്റെ ഒരു ചരിത്രം ഓരോ ദിവസം 2 പേജ് ആണെങ്കിലും വായിക്കും എന്നുള്ളൊരു സംഭവം ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് അറേബ്യൻ കമ്പനി, മറ്റേ ബെന്യാമിന്റെ അറേബ്യൻ കമ്പനി എന്ന് പറയുന്ന ഇതാണ് വായിച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഒരു പേജ് ആണെങ്കിൽ ഒരു പേജ്, ആ ഒരു ബേബി സ്റ്റെപ്പ് നമ്മൾ വെക്കുകയാണെങ്കിൽ വായന വളരെയധികം ഉപകാരം ചെയ്യും. പിന്നെ എഴുത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കുത്തിക്കുറിക്കുന്ന ചില സാധനങ്ങളായിരിക്കും ഒരുപക്ഷെ നാളെ പുസ്തകമായിട്ട് ഇറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടായത്, അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായത്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉണ്ടായത് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതൊരു പുസ്തകമായിട്ട് ഇറങ്ങാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കും. കാരണം ഞാൻ കുത്തിക്കുറിച്ച ഒരു പുസ്തകം ഒലിവ് ബുക്സ് എന്ന് പറഞ്ഞിട്ടൊരു പബ്ലിക്കേഷൻസ് വന്ന് ഏറ്റെടുക്കുകയും അത് ഇപ്പൊ രണ്ടാമത് വേറൊരു ഒരിക്കലും ഞാനൊരു എഴുതുന്നു ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷെ ആ കുത്തിക്കുറിച്ചത് പുസ്തകമായി മാറുന്നു. നമ്മളത് സിനിമയിൽ അഭിനയിക്കുന്നതും TV-യിൽ വരുന്നത് പോലെയല്ല. ഒരു പുസ്തകം എന്ന് പറയുന്നത് എന്നും ലൈബ്രറിയിൽ അവിടെ ഉണ്ടാവും. അത് വലിയൊരു ബെഞ്ച് മാർക്കാണ്. അപ്പൊ അതിലേക്ക് കിടക്കുമ്പോഴേക്കും പിന്നെ വൈകിട്ട് നമ്മൾ സ്കോർ അറിയുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. എന്താണ് സ്കോർ എന്ന് പറഞ്ഞത്? നമ്മുടെ മുഖ്യമന്ത്രി വന്നിട്ട് എന്തായി എന്നൊക്കെയുള്ള അറിയും, നമ്മുടെ എത്ര കോവിഡ് രോഗികളുണ്ട് ഇതുണ്ടെന്നുള്ള അറിയുക എന്നുള്ളതാണ്. പിന്നെ വൈകിട്ടായി ന്യൂസ് കഴിഞ്ഞു. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ആ മാഡം പറഞ്ഞതുപോലെ തന്നെ ഉറക്കം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഒരുപാട് ഉറക്കം കളഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ രാത്രി പ്രോഗ്രാംസിന് പോയി തുടങ്ങിയ ഒരാളാണ് ഞാൻ. അപ്പൊ കൃത്യമായിട്ട് ഉറങ്ങുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറും. ഉറങ്ങാൻ പറ്റില്ല. കാരണം ഞാൻ ഉറങ്ങാതെ 2-3 ആഴ്ച നടന്നിട്ടുണ്ട് ഒരു സ്റ്റേജിൽ. അത് ഞാനൊന്ന് കൊതിച്ചിട്ടുണ്ട്. ഉറക്കം വരുന്നില്ല. അത് നമ്മുടെ സ്ട്രെസ്സും ഇതുകൊണ്ടാണ്. അപ്പൊ ഈ ക്രൈസിസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമ്മള് അതുപോലെ തന്നെ നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഞാൻ പാടുമായിരുന്നു. ഞാൻ പാടുന്ന പറഞ്ഞാൽ വെസ്റ്റേൺ ക്ലാസിക്കൽ അങ്ങനെയുള്ള. അപ്പൊ അതിന് ഞാൻ കുറച്ച് സമയം ചെയ്യും. അപ്പൊ അത്
ഒരാളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ പലരും ഞെട്ടി ടിനി പാടുവോ എന്നുള്ള ഒരു ആപ്രിസിയേഷൻ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈ പറയുന്ന തലയിലുള്ള ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് സന്തോഷവാനോ. അപ്പോൾ അതും ഞാൻ ഡെവലപ്പ് ചെയ്യാൻ നോക്കി. ഈ സ്തുതിക്കുന്നത് ദൈവത്തിന് പോലും ഇഷ്ടം സ്തുതിക്കുന്നതാണ്. നമ്മൾ സ്തുതിക്കപ്പെടാൻ എപ്പോഴും ഇഷ്ടമാണ്, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ സന്തോഷമായിരിക്കും. അപ്പൊ അതിനുള്ളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ. ഇത് മാത്രമല്ല, ഈ അഭിനയിക്കുന്നവർ അഭിനയിക്കുക, കൃഷി ചെയ്യുന്നവർ കൃഷി ചെയ്യുക, അങ്ങനെയല്ല. ഇപ്പൊ പല വഞ്ചിയിൽ കാല് വെക്കുക. അപ്പൊ നമുക്കൊരു എന്റർടൈൻമെന്റിന്റെ ഒരു ലോകം കണ്ടെത്താൻ സാധിക്കും. ഈ ഒരു ലോകത്ത് ജനിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായിട്ട് കാണുക. ഓരോ ദിവസവും ഓരോ കാഴ്ചകൾ. ഇപ്പൊ നമുക്കിപ്പോ കണ്ടെയ്ൻമെന്റ് സോൺ ഇതിലേക്കാണെങ്കിൽ ഇതൊന്നും സാധിക്കില്ല. പക്ഷെ നമുക്ക് ടെക്നോളജിയിലൂടെ പല രാജ്യങ്ങളും പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും, അത് അല്ലെങ്കിൽ കേൾക്കാൻ സാധിക്കും. അപ്പൊ അത്രയും കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും സ്ട്രെസ് റിലീഫ് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെയൊക്കെ വേറൊരു കാര്യമുണ്ട്, ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ള സമയമാണത്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ വളരെ കഷ്ടമാണ്. ഞാൻ പറയുന്നത് കുട്ടികളോടാണ് ഈ പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവരിതുപോലെ പീരീഡ് ഉണ്ടാക്കുക. ഞാൻ ഈ പറഞ്ഞത് മുതിർന്നവർക്ക് മാത്രമല്ല, കുട്ടികൾക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. എല്ലാ കുട്ടികളും ജനിച്ചിരിക്കുന്നത് ഒരു ടാലന്റ് ആയിട്ട്, ഒരു താലന്റ് ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. പണ്ടൊക്കെ എൻ്റെ അപ്പന് 8 പേരുടെ ഒരു കുടുംബമായിരുന്നു. അത് ചുരുങ്ങിയിട്ട് ഞാനും എൻ്റെ സിസ്റ്ററായി, എനിക്ക് ഒരു മകനേ ഉള്ളൂ. അപ്പൊ ഈ ജനിക്കുന്ന എല്ലാവരിലും ഒരു കഴിവുണ്ടാവും, എഴുതാനോ പാട്ട് പാടാനോ പ്രസംഗിക്കാനോ. എന്തെങ്കിലും ഒരു കഴിവില്ലാതെ ദൈവം ഒരു കുട്ടിയും ജനിപ്പിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കാന്നിട്ടാണ്. ഞാൻ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഒരു 1500 ആർട്ടിസ്റ്റുകളെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഒരു വീട്ടിൽ ഒരു കലാകാരൻ ഉറപ്പാണ്. അതിന് പ്രോത്സാഹനം കിട്ടുകയാണെങ്കിൽ, അവരെ പോളിഷ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആവാൻ സാധിക്കും. ഇതൊരു അനുഭവസ്ഥനാണ്, ഞാൻ എവിടെന്നോ കേട്ടതല്ല. ഞാൻ ഈ ഒരു പീരീഡ്, ഈ ക്രൈസിസ്, ഈ സ്ട്രെസ്, ഈ ഡിപ്രഷനിലൂടെ കടന്നു വന്ന ഒരാളായതുകൊണ്ട് എങ്ങനെ എന്നെ മാനേജ് ചെയ്ത് ചിരിക്കാൻ സാധിച്ചു. എനിക്ക് വീണ്ടും ചിരിക്കാൻ, ഞാൻ ചിരിക്കില്ലായിരുന്നു കുറേ. അപ്പൊ ഈ സുശാന്ത് സിംഗ് രജ്പുത്ത് മരിച്ചത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് നല്ല സുഹൃത്തുക്കളില്ലാതെ, എന്റെ കൂടെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ദുബായിലെ മിഥുൻ അടക്കം എന്റെ കൂടെ ഒരു മേശയുടെ 4 കാല് പോലെ എന്റെ ചുറ്റും ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, ഈ ആസിം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പേരുണ്ടായതുകൊണ്ട് ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഇപ്പൊ ഉയർത്തുന്ന ഒരു ഫയർഫ്ലൈ ആയിട്ടാണ്. കാരണം തീയിലാണ് കൊരുത്തിട്ട് ഇപ്പൊ ഇനി വെയിലത്ത് പാടില്ല. അപ്പൊ എപ്പോഴും നമുക്ക് ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അത് ആ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിച്ചാൽ നമ്മൾ ഒരു ഫൈറ്റ്, നമ്മൾ പിന്നെ പരാജയപ്പെടില്ല. അതാണ് എനിക്ക് പറയുന്നത്. താങ്ക് യു ടിനി. അതൊരു വളരെ വാലിഡ് ആയിട്ടൊരു പോയിന്റ് ആയിട്ട് ടിനി പറഞ്ഞത്. നമുക്ക് ആ പോസിറ്റിവിറ്റി എങ്ങനെ നമുക്ക് ഉള്ളിൽ നിന്ന് ജനറേറ്റ് ചെയ്യാമെന്നുള്ളതിന്റെ ഒരു നല്ല എക്സാമ്പിൾ ആണ് ടിനിയുടെ ലൈഫിൽ നിന്ന് തന്നെ ടിനി അത് സ്കോട്ട് ചെയ്ത് പറഞ്ഞത്. പക്ഷെ ടിനി അതിനോടൊപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ പുറത്തുനിന്നുള്ള ഫാക്ടേഴ്സിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. ഇപ്പൊ എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത്, ഡോക്ടർ നേരത്തെ പറഞ്ഞപ്പോഴും സ്ട്രെസ്സേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഈ പുറത്തുനിന്നുള്ള ഫാക്ടേഴ്സ് നമ്മുടെ സ്ട്രെസ്സേഴ്സ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിനോടുള്ള നമ്മുടെ റെസ്പോൺസ്, ഇപ്പൊ ടിനി പറഞ്ഞതുപോലെ അതിനോട് നമ്മൾ റെസ്പോൺസ് അനുസരിച്ചിരിക്കില്ലേ ഈ സ്ട്രെസ്സിന്റെ ഒരു മാനേജ്മെന്റ് എന്നുള്ള എഫിഷ്യൻസി? അതെ ആനന്ദ്, അതില് ഞാന് ശ്രീ ടിനി ടോം അത് പറഞ്ഞല്ലേ, ഞാന് നമ്മുടെ എന്താണ് പറയുന്നത്, ഈ ദീപിക പദുക്കോൺ 2017 നമ്മുടെ ഡിപ്രഷൻ ലെറ്റ് സ്റ്റോക്ക് ആയിരുന്നു ഈ ലോകാരോഗ്യ ദിനത്തിന്റെ ഒരു സന്ദേശം. എനിക്ക് തോന്നുന്നു കേരളത്തിലും ഒരു അതിനുവേണ്ടി, അതായത് വിഷാദരോഗം കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും, നേരത്തെ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും സർക്കാരിന്റെ തന്നെ ഒരു പദ്ധതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്ന വർഷമാണ്. അപ്പൊ ആ ദീപിക ഇതുപോലെയുള്ള ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞു ഓർക്കുകയാണെങ്കിൽ, അവരുടെ അമ്മയും സഹോദരിയും കൂടി അവരുടെ മുംബൈ ഫ്ലാറ്റിൽ വന്നിട്ട് തിരികെ പോകാൻ നേരത്ത് ആണ് പറയുന്നത്, ഇസ് എ സംതിങ് റോങ് വിത്ത് യു, ഇസ് എവറിഥിങ് ഓക്കെ, ആൻഡ് ദെൻ ഷീ ബ്രേക്സ് ഡൗൺ. അവർ വളരെ സങ്കടപ്പെടുകയും പിന്നെ അത് അവർ വളരെ, ഷീ ബിക്കേം ദി അംബാസഡർ. അപ്പൊ ഇതില് നമ്മള് സമ്മർദ്ദങ്ങളിലൂടെ ചിരിച്ചുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിവിധ തരത്തിലുള്ള സാമ്പത്തികം ഉൾപ്പെടെ, ശ്രീ ടിനി പറഞ്ഞതുപോലെ ഓരോ ദിവസത്തെയും വരുമാനം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക്, കാരണം ലോകത്തെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പ്രശ്നം പട്ടിണിയാണ് ഇന്നും. ഈ നമ്മുടെ ഈ വെൽനെസിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം ഏതാണ്ട് 140 153 രാജ്യങ്ങളോ മറ്റോ യുഎന്റെ ഇത് വന്നപ്പോ. അപ്പൊ അത്തരത്തില് ഉള്ള ഒരു പല പരിസ്ഥിതികളിലൂടെയും ആണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അതിൽ ആ പോസിറ്റീവ് എങ്ങനെ നേരിടും എന്നുള്ളതിനോടൊപ്പം തന്നെ പ്രധാനമാണ് നമ്മുടെ ഇടയിൽ, നമ്മുടെ വീട്ടിലോ നമ്മുടെ കൂട്ടുകാർക്കിടയിലോ നമ്മുടെ ബന്ധുക്കൾക്കിടയിലോ ആരെങ്കിലും ഒക്കെ ഈ ഒരു സാധാരണ സങ്കടത്തിൽ നിന്ന്, ഈ വിഷാദ രോഗം എന്ന് പറയുന്ന, അതല്ലെങ്കിൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. നമ്മുടെ മനസ്സിന്റെ സങ്കടവും സന്തോഷവും, ചിലപ്പോൾ വളരെ സന്തോഷമായിരിക്കും, ചിലപ്പോൾ കുറച്ച് സങ്കടം. ഈ കുറച്ച് സങ്കടമൊക്കെ ഒരു സാധാരണമാണ്. പക്ഷെ ആ ഗ്രാഫ് ആ സാധാരണന്റെ താഴോട്ട് പോകും.
ആ താഴോട്ട് പോകുന്നതിന്റെ ചില ലക്ഷണങ്ങളാണ് ഒന്ന് ഉറക്കം കിട്ടാതിരിക്കുക, ഭക്ഷണത്തിന് വിശപ്പില്ലാതിരിക്കുക, മനസ്സിന് എപ്പോഴും സങ്കടം. ഈ സങ്കടമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും സങ്കടം, ജോലിക്ക് പോകാൻ പഠിക്കാനൊക്കെ താല്പര്യമില്ലാതിരിക്കുക, പിന്നെ ഈ ഭയങ്കര ക്ഷീണം, തളർച്ച, ജീവിക്കണം എന്ന ചിന്തയില്ലാതിരിക്കുക, ഒരു ഉന്മേഷവും ഊർജവും ഒന്നും ഇല്ലാതിരിക്കുക. ഇങ്ങനെ ഒരു 2 ആഴ്ചയോളം തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ അത് വെറും സങ്കടമല്ല, അത് വിഷാദ രോഗമാണ്. അതല്ലെങ്കിൽ അതിന് ഇടപെടൽ ആവശ്യമാണ്. അപ്പൊ ഈ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മുടെ SPC ട്രെയിനീസും കേഡറ്റ്സും ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാവുന്ന ആർക്കെങ്കിലും, ഏത് പ്രായത്തിലുള്ളവരും സ്ഥിരമായിട്ട് ഇതുപോലെ സങ്കടവും വിഷമവും ഉറക്കക്കുറവും ഒന്നിനും ഒരു താല്പര്യമില്ല, പാട്ട് കേൾക്കാനും സിനിമ കാണാനും ഒക്കെ താല്പര്യമുള്ളവർ പാട്ട് കേൾക്കാൻ വിളിക്കുമ്പോൾ വരുന്നില്ല, അത്തരത്തിലുണ്ടെങ്കിൽ നമ്മൾ അവരെ അതിനൊരു ഇടപെടൽ ആവശ്യമാണ്. അതിന്റെ ഒരു നെറ്റ്വർക്കിലോട്ട് കൊണ്ടുവരും. ഇപ്പൊ നിങ്ങളുടെ അധ്യാപകര്, അതല്ലെങ്കിൽ നമ്മുടെ പോലീസ് ഓഫീസേഴ്സ്, ട്രെയിനിങ് ഉള്ളവരുണ്ടല്ലോ, അപ്പൊ അതിൽ അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ 1056 ദിശ ഏതെങ്കിലും ഒരു ലിങ്കിലോട്ട് കണക്ട് ചെയ്യണം. ആ ലിങ്ക് വളരെ പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നത്തെ ഒരു കോർ ചർച്ചയിൽ നിന്ന് ശ്രീ ടിനിയുടെ സംസാരവുമായി ബന്ധപ്പെട്ട് കുറച്ച് പുറത്തുപോയി. നമ്മൾ തിരിച്ച് ആ ട്രാക്കിലോട്ട് വരികയാണെങ്കിൽ ആനന്ദ് ഇപ്പൊ ചോദിച്ചത് പുറമേയുള്ള ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ നേരിടും എന്നുള്ളതാണ്. അതിൽ ഞാൻ ഒരു ഇൻഫോംഡ് ചോയ്സസ് നമ്മൾ പറയും. ഞാൻ ഈ കോവിഡിന്റെ ഒരു ഘട്ടത്തിലേക്ക് വരാം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ചുറ്റും ഇപ്പോ ഒരു വിഷയമായി നിൽക്കുന്നത് കോവിഡ് തന്നെയാണ്. ഇതിനെ എങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടി നേരിടാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിന് പ്രതിരോധം സാധ്യമാകും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ തന്നെ കേരളത്തിൽ കുറെ പേർക്ക് അത് വന്നിട്ടുണ്ട്, മറ്റുള്ളവരിലേക്ക്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ 3 കോടിയിൽ കൂടുതൽ ആളുകളില്ലേ, അതിന്റെ എത്രയോ ചെറിയ ശതമാനമേ വന്നിട്ടുള്ളൂ. നമുക്ക് ആർക്കും ഇതുവരെ വന്നിട്ടില്ല. അപ്പോ വരുന്നവർക്ക് ചികിത്സിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതോടൊപ്പം അതിനേക്കാൾ പ്രധാനമാണ് നമ്മൾ എന്ത് ചെയ്താൽ ഇത് വരാതിരിക്കും എന്നുള്ളത്. അപ്പൊ ഇത് കോവിഡ് ഒരു ഉദാഹരണമായിട്ട്, അപ്പൊ എങ്കിലേ നമുക്ക് ചിരിക്കാൻ പറ്റൂ. അപ്പൊ നമുക്ക് ചിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സമ്മർദ്ദം ഒഴിവാക്കാൻ, അല്ലെങ്കിൽ മനസ്സിനൊരു സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടിയും മുന്നോട്ട് പോകണമെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് എങ്ങനെ ഇത് വരാതിരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗം പേരും വിദ്യാർത്ഥികളും വീട്ടിലുമാണെങ്കിൽ കുട്ടികൾ വീട്ടിലിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ വീട്ടിലിരിക്കുമ്പോ നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞ പോലെ വ്യായാമവും ആവശ്യമാണ്. അപ്പൊ അതില് കുറച്ച് സമയം ഈ ഒന്നിച്ചുള്ള ഫുട്ബോൾ കളി അങ്ങനത്തെ കളികളല്ല, വീട്ടിൽ തന്നെ പക്ഷെ അകലം പാലിച്ചിട്ടുള്ള ഒരു കളി. അപ്പൊ വീട്ടിലിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. പക്ഷെ അച്ഛനോ അമ്മയോ ഒക്കെ ജോലിക്ക് പുറത്തു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തില് നമ്മളെല്ലാം ടിവിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ എപ്പോഴും മാസ്ക് ഉപയോഗിക്കണം. നിങ്ങളുടെ വീട്ടില് അമ്മൂമ്മയോ അപ്പൂപ്പനോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ എപ്പോഴും മാസ്ക് വെക്കണം. 2 പേര് തങ്ങളിൽ ഉള്ള ഒരു അകലം, 2 കൈ അകലം പാലിക്കണം. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അറിവ് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോവിഡ് വരാതെ സ്വയം പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ള അറിവ് നമുക്ക് സ്വയം ആർജിക്കുകയും മറ്റുള്ളവർക്ക് ആ അറിവ് പകർന്നു കൊടുക്കാനും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇന്ററാക്ഷനുകളിൽ ഇതിനെക്കുറിച്ച്, കാരണം ഈ ഒരു ആത്മവിശ്വാസം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പേടിച്ചു പോകൂലേ, ഇതെല്ലാം കൂടി കോവിഡും കൊറോണയും ഒക്കെ വന്ന്. അപ്പൊ അങ്ങനെ പേടിച്ച് നമുക്ക് ഇതിനെ നേരിടാൻ പറ്റത്തില്ല. നമുക്ക് വളരെ ധൈര്യത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും ഓരോ സമയത്തും എന്താണ് ചെയ്യേണ്ടത്, അതാണ് ഇൻഫോംഡ് ചോയ്സസ് എന്ന് പറയുന്നത്. ആ ഒരു അറിവ് വളരെ പ്രധാനമാണ്. ആനന്ദ്, ഞാൻ കോവിഡിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ശരി, ഡോക്ടർ പറഞ്ഞ ഇത് മനസ്സിലായി. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അതിൽ നിന്നാണ് നമുക്ക് എനിക്കാണ് പ്രോബ്ലി ടിനിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നത്. മലയാളിയുടെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് തന്നെ സ്വയം പരിഹസിക്കാനുള്ള ഒരു കഴിവാണ്. ഇപ്പൊ സഞ്ജയിലെ തുടങ്ങി കുഞ്ചൻനമ്പ്യാരിലൂടെ വീക്കെൻഡിലൂടെ ഒക്കെ വളരെ മഹത്തായ ഒരു പൈതൃകം നമുക്ക്. ഇപ്പം ടിനിയുടെ ഒരു ലൈഫ് ആസ് എ കൊമേഡിയൻ അല്ലെങ്കിൽ ആസ് എൻ ആക്ടർ, ഇങ്ങനെ ഒരു നമുക്ക് നമ്മളെ തന്നെ നോക്കി ചിരിക്കാൻ പറ്റുന്നത് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ടിനിയുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ്? നമ്മള് കോമഡി എന്ന് പറയുമ്പോൾ അതൊരു ചരടുമേലുള്ള കളിയാണ്. അത് നമ്മളൊരാളെ അനുകരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മള് ഒരാളെ അദ്ദേഹത്തിന് വെച്ചിട്ടൊരു സംഭവം ചെയ്യുമ്പോൾ അദ്ദേഹം ആസ്വദിക്കണം. അത്
ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പുണ്ട ഒരു സംഭവമാണ്. അതായത് ഞാൻ തുടക്കകാലത്തിൽ എനിക്ക് ഇതിന്റെ ഒരു കാര്യം മനസ്സിലായിരുന്ന സമയത്ത് നമ്മളൊരു സ്കിറ്റ് എഴുതിയപ്പോ VS അച്യുതാനന്ദൻ സഖാവിനെ വെച്ചിട്ടൊരു സ്കിറ്റ് ആയിരുന്നു. അപ്പോ VS ഇങ്ങനെ നിൽക്കുന്നു, അത് ഒരു സ്കിറ്റ് ടീം അത് ചെയ്തതാണ്. അതായത് പാണ്ടി ലോറിയുടെ മുമ്പിൽ തവള നിൽക്കുന്നത് പോലെ എന്നുള്ളത്. അത് ഭയങ്കര പേഴ്സണൽ ഇൻസൾട്ട് ആണ്. അത് ആ ലെവൽ, ആ ലിമിറ്റ്സ് കഴിഞ്ഞിട്ട് പോയിട്ട് കളിയാക്കുന്ന സംഭവമാണ്. അത് ഒരിക്കലും ആസ്വദിക്കില്ല. അപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നും, അതായത് എൻ്റെ അടുത്ത് ഡയറക്ടർ സിദ്ദിഖാണ് പറഞ്ഞത്, അനുകരിക്കപ്പെടുന്ന ആൾ പോലും ആസ്വദിക്കണം. അങ്ങനെയാണ് ഞാൻ പഠിച്ചു വന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം നോക്കിയാൽ കാണാൻ പറ്റും, ഞാൻ ചെയ്തിട്ടുള്ളത് പേഴ്സണലി, എനിക്ക് അവിടം വരെയുള്ള എനിക്ക് കൺട്രോൾ, മറ്റുള്ളവർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കോമഡികളെല്ലാം ആ ഒരു ലിമിറ്റ്സിൽ നിന്നിട്ടായിരുന്നു. അതായത് സർക്കാസം എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഒരു രാഷ്ട്രീയക്കാരന് നമ്മൾ കഥാപാത്രമായിട്ട് എടുക്കുമ്പോൾ അതിന്റെ തമാശകളാണ് നമ്മൾ എടുക്കുന്നത്. പേഴ്സണലി ഇൻസൾട്ട് ചെയ്യില്ല, ഒരിക്കലും പേഴ്സണൽ ഇൻസൾട്ട് അല്ല. ഇൻസൾട്ടിങ് കോമഡി ഒരു കോമഡി അല്ല. അപ്പോ ഈ ട്രോള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെങ്കിലും ചില ട്രോളുകൾ വളരെ ക്രൂരമായി പോകാറുണ്ട്. അത് ആ ലിമിറ്റ്സ് ഭേദിക്കുന്നതാണ്. ആ ഒരു ലിമിറ്റ് നമ്മുടെ തന്നെ സ്വന്തം സൃഷ്ടിക്കേണ്ട ഒരു ലിമിറ്റാണ്. അത് ഹ്യൂമർ മനസ്സിലുള്ള ആൾക്കാർ അത് കൺട്രോൾഡ് ആയിട്ട് നമ്മൾ പോകണം എന്നുള്ളത് തന്നെയാണ്. അതെല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ നമ്മള് ഒരാൾക്കൊരു ഒരു വീഴ്ച വരുമ്പോൾ, മനുഷ്യനുള്ള ഓരോ വീഴ്ചകൾ വരുമല്ലോ, അപ്പൊ അതിനെ പേഴ്സണലായിട്ട് വീണ് കിടക്കുന്നതിന് വീണ്ടും ചവിട്ടുന്ന ഒരു കോമഡി ആ സമയത്ത് ഉണ്ടാക്കരുത്. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അതൊരു വൈരാഗ്യം തീർക്കലാണ്. അങ്ങനെ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഒരു രാഷ്ട്രീയക്കാർക്ക് സൈബർ ടീം തന്നെയുണ്ട്. ഒരാൾ അറ്റാക്ക് ചെയ്യുന്നത്, ഞാൻ 2-3 സൈബർ അറ്റാക്ക് നേരിട്ടുള്ളതാണ്. നമ്മൾ വിചാരിക്കാത്ത കാര്യത്തിലേക്കായിരിക്കും ഇവര് വിഷം കുത്തി കയറ്റി വിടുക. മറ്റുള്ളവർക്ക് വേറെ രീതിയിൽ വ്യാഖ്യാനം വേറെ ആയിരിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതായിരിക്കില്ല. അപ്പൊ അത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സൈബർ അറ്റാക്സിന് കാരണമായി തീരും. അപ്പോ നമ്മൾ ഒരിക്കലും ഈ ദുശ്ചിന്തകൾ, നെഗറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞൊരു സംഭവം മാറ്റിയാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, എപ്പോഴും പോസിറ്റിവിറ്റി കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവും. മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും നമ്മൾ, ചില ആൾക്കാരെ കണ്ടില്ലേ, നമ്മൾ കാണാൻ ആഗ്രഹിക്കില്ല, അയാൾ വന്ന തലക്ക് അപ്പൊ തന്നെ എന്തെങ്കിലും പറയും. ഇപ്പൊ കാണുമ്പോ പണിയൊന്നുമില്ലല്ലേ, ഇപ്പൊ കാണുമ്പോ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോ വീട്ടിലിരിക്കുക അല്ലെ, സിനിമയൊന്നുമില്ല, ഇനി എന്ന് വരാനാണ്. ഒരിക്കലും അങ്ങനെ പറയരുത്. എല്ലാം ശരിയാവുക. അത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ആ പറയുന്ന ആൾക്കും നമുക്ക് സന്തോഷം കിട്ടും. എന്നെ കാണുമ്പോൾ പലരും ചിരിച്ചുകൊണ്ടാണ് എന്നെ സ്വീകരിക്കുന്നത്, കാരണം ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. അപ്പോ നമുക്ക് എപ്പോഴും ചിരിപ്പിക്കുക എന്നുള്ളൊരു സംഭവമാണ് നമ്മുടെ ബേസ് ആക്കേണ്ടത്. അതിൽ തന്നെ നമുക്ക് ഒരുപാട് സ്ട്രെസ് റിലീഫ് കിട്ടും. ഇപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ അമ്മമാര് തമ്മിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കും. ആ രണ്ടമ്മമാര് ചിരിച്ചു കൊണ്ടിട്ട്. അപ്പൊ വലിയ അന്താരാഷ്ട്ര നയതന്ത്ര മീറ്റിംഗിനും വേണ്ടി വരില്ല ചിലപ്പോ. അപ്പൊ അതാണ് ഈ ചിരി എന്ന് പറയുന്ന സംഭവത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ വിജയൻ സാർ പറഞ്ഞു തുടങ്ങിയതാണ്, ചിരിപ്പിക്കുന്ന ആൾക്കാർ ജീവിതത്തിൽ കരഞ്ഞിട്ടുള്ളവരായിരിക്കും. ചാർലി ചാപ്ലിൻ ഒരു ഡിപ്രഷന്റെ ആളായിരുന്നു. ഡിപ്രഷൻ ഭയങ്കര പേഷ്യന്റ് ആയിരുന്നു പുള്ളി. അതാണ് പുള്ളി പറയുന്നത്, എനിക്ക് മഴ പെയ്യുമ്പോൾ ആരും അറിയില്ലോ എന്ന് പറയുന്ന ഒരു കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് ജോക്കർ എന്ന് പറയുന്ന സിനിമയിൽ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ചിരിയിലൂടെ നേരിടുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മൾ ചിരിക്ക്, പക്ഷെ കുഞ്ചൻ നമ്പ്യാര് രാജാവിനെ മുന്നിലിരുത്തിയിട്ട് രാജാവിന്റെ നെഗറ്റീവ്സ് ആണ് വിളിച്ചു പറഞ്ഞത്, അല്ലാതെ അദ്ദേഹത്തിന്റെ വീട്ടിലെ പ്രശ്നം, അയാളുടെ സ്വഭാവം ഒന്നും, മറ്റേ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല പറഞ്ഞത്. അപ്പൊ ആ ഒരു ലിമിറ്റ്സ് വെക്കണം. പക്ഷെ ഈ ചെയ്യുന്നത് ഒരിക്കലും, ഇപ്പൊ ബോഡി ഷേമിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ ഇത് കാണുക കേൾക്കാൻ മറന്നു കളഞ്ഞേക്കുക. നമ്മളൊരു ചെറിയ ആൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അയാൾ പോലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കോമഡി നമ്മൾ ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പൊ എന്റെ കൂടെ ചിലപ്പോ ബിജുക്കുട്ടൻ വരുമ്പോ ബിജുക്കുട്ടൻ തന്നെ സ്റ്റേജിൽ കയറിയിട്ട് പറയും, കുറച്ചുകൂടി ലൈറ്റ് ഇട് എന്നാലേ എന്നെ കാണാൻ പറ്റുള്ളൂ. ശ്രീനിയേട്ടൻ എപ്പോഴും അങ്ങനെയാണ്, ഹ്യൂമർ ചെയ്യുമ്പോൾ സ്വന്തം കുറവുകൾ എന്താണ് അത് മാർക്കറ്റ് ചെയ്യുന്ന അത്രയും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ആൾക്കാരാണ് അവര്. അപ്പൊ അത് ഒരിക്കലും ഒരു ബോഡി ഷേമിംഗ് അല്ല. അതിന്റെ ലിമിറ്റ്സ് ഉണ്ട്. നമ്മൾ ഒരാൾ തടിച്ചിരിക്കുന്ന, എന്താണ് തടിയ അങ്ങനെ വിളിക്കുന്നത് ബോഡി ഷേമിംഗ് ആണ്. പക്ഷെ നമ്മളൊരു കോമഡിയിൽ നമ്മളൊരു ചെയ്യുമ്പോൾ നടന്നു വരുമ്പോ ഇതെന്താണ് ഭൂമി ഉലുക്കമാണോ എന്ന് ചോദിക്കുന്നത്, അത് ബോഡി ഷേമിംഗ് അല്ല, അതൊരു തമാശ. അതാണ് ആ ലിമിറ്റ്സ്. അതെന്താണെന്ന് സെൻസ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് വേണം. ആ ചിരി എന്നും ജനങ്ങൾക്ക് നല്ലതേ ചെയ്യുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇനി എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പം ഈ ഒരു സെൻസിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു കറക്റ്റ് കോണ്ടെക്സ്റ്റിൽ നമ്മൾ ആ തമാശ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഉദ്ദേശിച്ച ഫലത്തിന്റെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ടിനിയുടെ ഒരു ലൈഫിൽ നിന്ന് ഉണ്ടാകും? തീർച്ചയായിട്ടും. അത് വ്യാഖ്യാനങ്ങൾ ഭയങ്കര പ്രശ്നം. ഇപ്പൊ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് 4 പേരുടെ മധ്യത്തിലാണ് ദൈവം ഉള്ളത്. അത് മറ്റേ മദ്യമാക്കി മാറ്റും ചിലരെ. 4 പേരുടെ ഈ മദ്യമാക്കി മാറ്റുന്ന ആൾക്കാരുണ്ട്. അല്പം മദ്യം ബോധത്തെ ഉണർത്തും എന്ന് പറഞ്ഞ് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഇത് എത്ര ഫുള്ളാണെന്ന് എഴുതിയിട്ടില്ല, അതുകൊണ്ട് അത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, എന്നാലും നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്.
അതുപോലെ തന്നെ എന്താണ് അതുപോലെയുള്ള കുറെ ഇതുണ്ട്. അപ്പൊ നമ്മള് എപ്പോഴും അത് പൊളിച്ചെടുക്കാനാണ് നോക്കുന്നത്. നമ്മള് റൂൾസ് ബ്രേക്ക് ചെയ്യുക, പക്ഷെ ലോസ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അത് ഷെവസ്നേഗർ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളിപ്പോ ഞാൻ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടുള്ളതാണ്. കാരണം എന്നെ പഠിക്കണം എന്ന് പറഞ്ഞ് എന്നെ ബാംഗ്ലൂർ പഠിക്കാൻ വിടുകയും പക്ഷെ ഞാൻ ആ റൂൾ ബ്രേക്ക് ചെയ്തിട്ട് എന്റെ പാഷനായ സിനിമയിലേക്ക് വരികയാണ് ചെയ്തത്. ഇപ്പൊ ആനന്ദ് സാറ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കൃത്യമായിട്ട് ഉദ്ദേശിച്ചത് എന്താണ് താങ്കൾ ചോദിച്ചതിന്റെ ഇതിന്റെ ഒരു നമ്മളൊരു നർമ്മം പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടൈമിംഗ് ഉണ്ടായിരുന്നു. ആ ഫാക്ടർ അതാണ്. അത് എക്സാമ്പിൾ പോലെ ടിമ്മിക്ക് പറഞ്ഞാൽ കുറച്ചുകൂടെ എനിക്ക് ആൾക്കാർ തൊട്ട് മനസ്സിലാവും. ഒരു പാളിപ്പോയൊരു കോമഡി ടൈമിങ് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ അങ്ങനത്തെ അത് ചിലപ്പോ ഇതൊരു ചരടുള്ള കളിയാണ്. കാരണം ഈ തിയേറ്ററിലൊക്കെ നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോ വളരെയധികം പ്രതീക്ഷയോട് ചെയ്തൊരു തമാശ ചിലപ്പോൾ ഓഡിയൻസ് ചിരിച്ചില്ലെന്ന് വരും. അവിടെ നമ്മൾ തകർന്നു പോകും. ഇതുവരെയായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു സ്റ്റേജില് ഇതുപോലെ തന്നെ ഒരു ഐറ്റം നമ്മൾ ചെയ്യണം. അതായത് മിമിക്രി ഐറ്റമാണ്. അതായത് മനുഷ്യനും മൃഗങ്ങളുമായുള്ള സാമ്യമാണ്. അതായത് ഒരു മോർഫിംഗ് എന്ന് പറയുന്ന കമ്പ്യൂട്ടറൈസ്ഡ് ആപ്ലിക്കേഷനെ നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു. ഇപ്പൊ ഡാലിയോലക്സ് വന്നിട്ട് തവളയിലേക്ക് എങ്ങനെ മാറും. അപ്പൊ പേഴ്സണലായിട്ട് ഞാൻ പറയുക അപ്പൊ തവളയുമായിട്ട് സാമ്യം ഉണ്ടെന്നുള്ളൊരു സംഭവമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. പക്ഷെ ഇത് സാധാരണ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ ഒരുപാട് ചിരി കിട്ടാറുണ്ട്. മാമുക്കോയനെ അവതരിപ്പിക്കുമ്പോൾ കാക്കയായിട്ട് സാമ്യമുണ്ട്. അള്ളാ പടച്ചോനെ എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിരിക്കാൻ തുടങ്ങും. പക്ഷെ ഒരു സ്ഥലത്ത് നിന്നിട്ട് ചിരിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോ നമ്മളിപ്പോ ഡെയിലി പ്രോഗ്രാമിന് അന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് നമ്മളൊന്ന് പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ വന്നത്. അപ്പൊ ഒരു കോമഡി എന്ന് പറയുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ, ഇപ്പൊ കിലുക്കം എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ നമ്മൾ ഇപ്പോഴും ചിരിക്കാറുണ്ട്, ഇതുണ്ട്. പക്ഷെ ചില സാധനങ്ങൾ നമ്മൾ സ്റ്റേജിൽ ചെയ്യുമ്പോൾ കണ്ട ഓഡിയൻസിന്റെ അടുത്ത് റിപ്പീറ്റ് ചെയ്താൽ അതൊരിക്കലും അത് ജനങ്ങൾ എടുക്കില്ല. അത് നമ്മൾ സെൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എന്താണ് നമ്മൾ പറയേണ്ടത്, ഇവിടെ എന്താണ് നമ്മളെ. ചില ആൾക്കാരെ കണ്ടില്ലേ, നമ്മൾ സ്റ്റേജിൽ ഈ ഇനോഗ്രേഷൻ ഒക്കെ പോകുമ്പോൾ വെറുതെ ഇങ്ങനെ സംസാരിക്കും. അവരുടെ ജനങ്ങളുടെ കണ്ണിൽ നോക്കണം, എന്നെ ആസ്വദിക്കുന്നുണ്ടോ, ഞാൻ ആസ്വദിക്കപ്പെടുന്നുണ്ടോ, ഇല്ലെങ്കിൽ അവിടെ നിർത്തിയേക്കണം. അത് സെൻസാണ്. ആ സെൻസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ കോമഡിയുടെ ടൈമിങ്ങും കാര്യങ്ങളും തെറ്റാം. നമ്മൾ എപ്പോഴും ജനങ്ങളിലേക്ക് കണ്ണുകളിൽ നോക്കിയാൽ അറിയാൻ പറ്റും അവർ നമ്മൾ ആസ്വദിക്കുന്നുണ്ടോ എന്നുള്ളത്. അത് ജന്മനാ കിട്ടേണ്ട ഒരു സെൻസാണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത് മനുഷ്യൻ ഞാൻ എവിടെയാണ്, ആ ഒരു സെൻസ് എന്ന് പറയുന്നത് ഞാൻ വേണ്ടപ്പെട്ടവനാണോ ഈ ഒരു കൂട്ടത്തിൽ. ഒരു കല്യാണത്തിന് മുമ്പ് നമ്മളെ അധികം മൈൻഡ് ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാലോ ഇത് ഒഴിഞ്ഞു മാറണോ എന്നുള്ളത്. അത് ജന്മനാ കിട്ടുന്നതാണ്. ചിലർ അങ്ങനെ തന്നെ ഇരിക്കും, ഒരു കുഴപ്പമില്ല, പ്രശ്നമില്ല. അത് കോംപ്ലക്സ് എന്ന് പറയാൻ സാധിക്കില്ല. നമ്മുടെ കുറിച്ചുള്ളൊരു അവബോധമാണ്. ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുക, ഞാൻ അവിടെ എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കുക. അത് സെൻസാണ്. അത് സെൻസ് ഇല്ലെങ്കിൽ ഒരിക്കലും ഹ്യൂമർ ചെയ്താൽ വിജയിക്കില്ല. ഈ ഹ്യൂമർ ചെയ്ത് വിജയിക്കുന്നവന് ജനങ്ങളെ കരയിപ്പിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ടിനി. അതൊരു നല്ലൊരു പോയിന്റ് ആണ്. അതിനകത്ത് ടിനി പറഞ്ഞൊക്കെ വളരെ വാലിഡ് ആയിട്ടൊരു പോയിന്റ് ആണ്. നമുക്ക് തിരിച്ച് ഡോക്ടറിലേക്ക് പോകാം. ഡോക്ടർ നേരത്തെ സംസാരിച്ചപ്പോൾ ഇൻഫോംഡ് ചോയ്സസുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഡോക്ടർ ഇൻഫോംഡ് ചോയ്സസ് എടുത്ത് നമ്മളൊരു പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഇൻഫോംഡ് ചോയ്സസുകളുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഡോക്ടർ, ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു എക്സ്പ്ലോഷൻ ഓഫ് ന്യൂസ് ആണ്. ധാരാളിത്തമാണ്, വാർത്തകളുടെ ധാരാളിത്തമാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലും എല്ലാം വരുന്ന വാർത്തകളുടെ ഓതന്റിസിറ്റി, ആധികാരികത എന്താണെന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റാത്ത അത്രയും ഒരു ഫ്ലഡ് ഓഫ് ഇൻഫർമേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഈ ഒരു ഇൻഫോംഡ് ചോയ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റും? അത് ഒരു പക്ഷേ നമ്മുടെ സ്ട്രെസ് കൂട്ടുകയാണോ, ഇങ്ങനൊരു ഓപ്ഷൻസ് നമുക്ക് കൂട്ടുകയാണോ ചെയ്യുന്നത്? അത് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളത് ചിലപ്പം എനിക്ക് തോന്നുന്നത് കേൾക്കുന്നവർക്ക് ഡോക്ടറിന്റെ ഒരു ഐഡിയ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു പാൻഡമിക് എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലുമായി പടർന്നു പിടിക്കുന്ന ഒരു പ്രത്യേകിച്ച് ഒരു രോഗാണു വന്ന ഒരു സമയത്ത് ഈ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ശരിയാണോ തെറ്റാണോ, ഉദാഹരണത്തിന് പേടിപ്പിക്കുന്ന, അതല്ലെങ്കിൽ നമ്മള് ഫേക്ക് ന്യൂസ് എന്ന് പറയത്തില്ലേ, തെറ്റായ വാർത്തകൾ ഒക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ഏതാണ് ശരി ഏതാണ് തെറ്റാ എന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഇത് ഭയങ്കര എന്താ പറയുന്ന സ്ട്രെസ് തന്നെ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് ഇത് എങ്ങനെ അറിയുക എന്നുള്ളത് വെച്ചാല് ഇപ്പൊ നമ്മള് ഇപ്പൊ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇതില് നമുക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള കാര്യങ്ങള് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതേസമയം ഇത്
പകരുന്ന രീതി നമുക്കറിയാവുന്ന ഒരു രീതിയിൽ കൂടിയാണ് ഇത് ഇതുവരെ നമുക്ക് അറിയാവുന്ന പകരുന്നത്. പക്ഷെ അതിന്റെ അകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എസിംപ്റ്റമാറ്റിക് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഇല്ലാത്തവരിൽ കൂടി തന്നെ ഇത് പകരാൻ പറ്റും. ഇതിൽ വരുന്ന ഭൂരിഭാഗം പേരും, എനിക്ക് തോന്നുന്നു ചാറ്റിലെ ചില ചോദ്യങ്ങൾ അങ്ങനെ വരുന്നു, ഭൂരിഭാഗം പേർക്കും വളരെ ലഘുവായ ലക്ഷണങ്ങളാണ്. ഒരുപാട് പേർക്ക് ലക്ഷണങ്ങൾ ഇല്ലാതെയും വരുന്നുണ്ട്. പക്ഷെ വളരെ കുറച്ച് ശതമാനം പേര് മാത്രം ഒരു ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അത് ആരൊക്കെയാണ്? അപ്പൊ അതാണ് അതിന്റെ ഒരു ശാസ്ത്രം. അപ്പൊ നമ്മുടെ അമ്മൂമ്മമാരെയും അപ്പൂപ്പന്മാരെയും അല്ലെങ്കിൽ ചെറിയ കുട്ടികളെയും ഗർഭിണികളെയും ഒക്കെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യണം എന്ന അറിവ് അത്യാവശ്യമാണ്. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പൊ വീട്ടിലിരുന്ന് ഭക്ഷണം, നമുക്കിപ്പോ ഒരുപാട് തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസ്, ഇപ്പൊ ഞാൻ ഒരു ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്. കേരളത്തിൽ ഒരുപാട് തൊഴിലിടങ്ങളിൽ, അത് ടെക്സ്റ്റൈൽ ഷോപ്പുകളാകട്ടെ, നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകളാകട്ടെ, ചില മാർക്കറ്റുകളാകട്ടെ, പോലീസ് സ്റ്റേഷനുകളാകട്ടെ, ഒക്കെ അവിടെയൊക്കെ ഈ കേസുകൾ വരുന്നുണ്ട്. അപ്പൊ ആ കേസുകൾ പ്രതിരോധിക്കണമെങ്കിൽ അവിടുത്തെ ഇൻഫോംഡ് ചോയ്സസ്, ഡിസിഷൻ എന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും ഒക്കെയാണ് നമ്മളുടെ ശ്വാസകോശ സ്രവം അല്ലെങ്കിൽ ആ എയർബോൺ ആയിട്ട് ഇത് പകരുന്ന. പല രാജ്യങ്ങളിലും ഈ വലിയ മീറ്റിങ്ങുകളും സംസാരവും പാട്ടും ഉച്ചത്തിലുള്ള സംസാരവും, ഇപ്പൊ മാർക്കറ്റുകളിലൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാല്, നമ്മൾ മാസ്ക് ഇടാതെ ഇപ്പൊ ഓപ്ഷൻ അല്ലെങ്കിൽ വിൽപ്പന, അതല്ലെങ്കിൽ നമ്മുടെ വിലപേശുന്ന ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് എയറോസോൾസ് ജനറേറ്റ് ചെയ്യും. അപ്പൊ മാസ്ക് ഇല്ലാതെ ആളുകൾ അടുത്ത് കൂടെ നിന്നാൽ ഇത് സ്പ്രെഡ് ചെയ്യും. ഇതൊരു ഇൻഫർമേഷൻ ആണ്. ഇതിനകത്തൊരു സയൻസ് ഉണ്ട്. ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ വിവരം അറിയുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് തങ്ങളിൽ ഇപ്പൊ ജോലി ചെയ്യേണ്ടി വന്നാൽ പോലും ജോലി ചെയ്യുന്ന സ്ഥലത്ത് 2 പേര് തങ്ങളില് 2 കൈയുടെ അകലം വേണം. സംസാരിക്കുമ്പോൾ ഇതിന്റെ ഒരു എയറോസോൾ വരുന്നുണ്ട്, അതുകൊണ്ട് മാസ്ക് ധരിക്കണം. ഭക്ഷണം കഴിക്കുക, നമ്മൾ ഒരു ക്യാമ്പിലാണ്, അതല്ലെങ്കിൽ കുറെ പേര് ഒന്നിച്ച് താമസിക്കുന്ന ഒരു ഹോസ്റ്റലിലാണ്, നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കരുത്. അതുപോലെ വീടുകൾക്കുള്ളിൽ പോലും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അമ്മൂമ്മയും അപ്പൂപ്പനും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന്, അത് വാസ്തവത്തിൽ ആരോഗ്യകരമായ ഒരു രീതിയാണെങ്കിൽ പോലും ഇനി നമ്മള് അവർക്ക് പ്രത്യേകിച്ചും പ്രമേഹമുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഇരുന്ന് ഒരേ സമയത്ത് നമ്മൾ കഴിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് മറ്റു സമയത്തേക്ക്, ഇപ്പൊ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിലും ഷിഫ്റ്റ് വെച്ചും കസേരകൾ തങ്ങളിലുള്ള അകലം, ഇതാണ് ഇൻഫോംഡ് ചോയ്സസ്. ഈ അറിവ് വളരെ പ്രധാനമാണ്. ഈ അറിവ് കൊണ്ട് എടുക്കുന്ന നടപടികളിലൂടെ മാത്രമേ നമുക്ക് ഈ സമ്മർദ്ദം കുറയ്ക്കാൻ പറ്റൂ. അപ്പൊ അത് തന്നെ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കും. കാരണം ഞാൻ ഈ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തരം മുൻകരുതലുകളിലൂടെ എനിക്ക് അസുഖം വരാനുള്ള സാധ്യതയെ ഞാൻ കുറയ്ക്കുന്നു, പ്രതിരോധിക്കുന്നു. അപ്പൊ അത് നമുക്ക് വേണ്ടത് എന്താണ്? പരിഹാരങ്ങളാണ്. അപ്പൊ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം, പ്രശ്നങ്ങളെ എപ്പോഴും നമുക്കൊരു സ്ട്രെസ് ഉണ്ടാകും. നമ്മുടെ അമിഗ്ഡല ഹൈജാക്ക് എന്ന് പറയും. നമ്മുടെ ഹോർമോൺസ് എല്ലാം കൂടെ ചാടി വരും. ഇപ്പൊ ഞാൻ ഒരു പ്രശ്നം ചെയ്തു എന്ന് വിചാരിച്ചു, എന്റെ വീട്ടുകാരോ എന്റെ ജോലി സ്ഥലത്തുള്ള എന്റെ സഹപ്രവർത്തകനോ ആ പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എനിക്കൊരു ഒരു ബുദ്ധിമുട്ടാണ്. അതേസമയം ഇതിന് പകരം ഞാൻ ഇതാണ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ശരി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് അത്രയും സ്ട്രെസ് തോന്നില്ല, അതൊരു സൊല്യൂഷനാണ്. അതുപോലെ ഞാൻ ഒരു പ്രശ്നം ചെന്ന് എന്റെ ഒരു സഹപ്രവർത്തകനോട് പറയുന്നതിന് പകരം അതിന്റെ സൊല്യൂഷൻ പറഞ്ഞ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതല്ലേ കുറച്ചുകൂടി നല്ലത് എന്ന് പറയുകയാണെങ്കിൽ അതാണ് നമ്മൾക്ക് ആ ഒരു ദാറ്റ് ഇസ് ഹൗ ദി ഹോർമോൺസ് വർക്ക്, ദാറ്റ് ഇസ് ഹൗ ദി ബയോളജി വർക്ക്സ്. അപ്പൊ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ ഒരു സാമൂഹികമായ ഒരു തലവും അതിന്റെ ജൈവശാസ്ത്രപരമായ തലവും എല്ലാം പരസ്പരം, ഇതിന്റെ ബയോളജി എന്ന് പറയുന്നതാണ് അതിന്റെ ന്യൂറോ ട്രാൻസ്മിറ്റർ. നമ്മൾ അത് പെർസീവ് ചെയ്യുന്നതാണ് അതിന്റെ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ അതിന്റെ മനഃശാസ്ത്രപരമായ ഒരു തലം. സാമൂഹികം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുകയും അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചൊരു സന്തോഷം വരുന്നതാണ് അതിന്റെ സാമൂഹികമായ തലം. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ എല്ലാ ആസ്പെക്ട്സും അതിന് വേണ്ട. നമ്മൾ നേരത്തെ ഉറക്കത്തിന്റെയും ഭക്ഷണത്തിന്റെയും ഒക്കെ കാര്യം പറഞ്ഞില്ലേ, ഈ കുട്ടികൾ ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ ഭക്ഷണത്തിന്റെ കാര്യം കൂടി പറയാം. കാരണം ഈ ലോക്ക്ഡൌണും ക്ലാസ് ഇല്ലാതെയും വീട്ടിലിരിക്കുകയും കൂടുതൽ സമയം ടിവിയുടെ മുമ്പിൽ ഇരുന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഭക്ഷണത്തിന്റെ ഒക്കെ അളവ് ഇത്തിരി കുറയ്ക്കാം. മുതിർന്നവർക്കും കുട്ടികൾക്കും സമയത്ത് ഭക്ഷണം കഴിക്കണം. നമ്മൾ ഈ മൈ പ്ലേറ്റ് എന്ന് പറയൂലേ, നമ്മള് പ്ലേറ്റിന്റെ പകുതി പഴങ്ങളും പച്ചക്കറികളും, 4/1 മാത്രം ധാന്യങ്ങൾ അല്ലെങ്കിൽ ചോറ്, ഇഡലി, ദോശ, ബാക്കി 4/1 ഭാഗം പ്രോട്ടീൻ അഥവാ നമ്മള് മീനിപ്പോ ഇല്ല, മീൻ മുട്ട ഒക്കെ കഴിക്കുന്നതാണെങ്കിൽ അതല്ലെങ്കിൽ പരിപ്പ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ ആ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും
ധാന്യം കുറച്ചു മതി. അതല്ലെങ്കിൽ ഇതെല്ലാം കഴിയുമ്പോൾ കുറെ പേര് ഒത്തിരി വെയിറ്റ് വയ്ക്കും. കാരണം പൊതുവില് ജോലിയും നടപ്പും ഒക്കെ കുറവാണ്. പറ്റുന്നത്ര വ്യായാമം ഒന്നും ഇല്ലെങ്കിൽ പടിയിറങ്ങിയോ വീടിനകത്തോ മുറ്റത്തോ അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കുകയോ തൊട്ട് ഫ്രണ്ടിലുള്ള റോഡിൽ നടക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ഒരു ശാരീരിക ആരോഗ്യവും, അതായത് ഭക്ഷണം, ഉറക്കം, വ്യായാമം എന്ന അത്യാവശ്യമുള്ള നമ്മളുടെ ആരോഗ്യവും ഈ സ്ട്രെസ്, അത് പോസിറ്റീവ് ലിവിങ്ങിന് വളരെ പ്രധാനമാണ്. ആനന്ദ്, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നു തോന്നുന്നു. എനിക്ക് വരുന്ന ചോദ്യങ്ങളെ ഞാൻ കുറച്ച് നീട്ടിയാണ് പറയുന്നത് തോന്നുന്നു. ആനന്ദ് ഇന്ററപ്റ്റ് ചെയ്താൽ മതി. ഇല്ല, കുഴപ്പമില്ല. നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോ തന്നെ എനിക്കോട് ഈ സ്ട്രെസ്സിന്റെ പല പല ആംഗിളുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഡിഫറെന്റ് ആസ്പെക്ട്സ്, അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ളതും ടിനിയുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നുള്ള ആംഗിളുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയുള്ളത് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ആണ്. ഇനിയിപ്പം നമ്മുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ലോകത്തിന്റെ പല ഭാഗത്തും, ഞാൻ നേരത്തെ പറഞ്ഞു, ലക്ഷക്കണക്കിന് ആൾക്കാർ റിയൽ ടൈമിൽ ഇത് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ്, നമുക്ക് സൂമിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നേരത്തെ നമ്മൾ സബ്ജക്ട് അനൗൺസ് ചെയ്ത കാരണം നേരത്തെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ സൂമിൽ വരുന്നുണ്ട്, ഫേസ്ബുക്കിൽ ലൈവായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊരു സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പാനലിസ്റ്റിനോട് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് MBTയുടെ ലീഡറായിട്ടുള്ള രഞ്ജിത്ത് വാര്യരെ ക്ഷണിക്കുന്നു. രഞ്ജിത്ത് ഓൺലൈൻ ഉണ്ടോ? ഉണ്ട് ആനന്ദ്, താങ്ക് യു. നമുക്ക് ആനന്ദ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പ് ഹാൻഡ് ഓൾറെഡി റിസീവ് ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു 4 ചോദ്യങ്ങളിൽ നമുക്ക് ആദ്യം അതിലേക്കൊന്ന് കിടക്കാം. എന്നിട്ട് നമുക്ക് ഓൺലൈൻ ചാറ്റിലൂടെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം ചോദിക്കാൻ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ലിജു ജേക്കബ് ആണ്. ORCയുടെ കണ്ണൂരിലുള്ള ട്രെയിനറാണ്. അദ്ദേഹം ഉണ്ടോ ലൈനിൽ? ലിജു ജേക്കബ്, ലിജു അൺമ്യൂട്ട് ചെയ്തോളൂ. ആർ യു ദേർ? Yes sir, I am here. വ്യക്തിപരമായ പ്രതിസന്ധികളിൽ ഓരോരുത്തരും പ്രതികരിക്കുന്നത് വെവ്വേറെ രീതിയിലായിരിക്കും. ചിലര് ദേഷ്യപ്പെടും, ചിലര് വേദനിക്കും. എന്നാൽ അത്തരം സാഹചര്യങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിടുന്നത് എത്രത്തോളം നല്ലതാണ്? അത് എങ്ങനെ സാധ്യമാക്കിയെടുക്കാം? ലിജു, ആരോടാണ് ലിജുവിന്റെ ചോദ്യം? എന്റെ ചോദ്യം ഇന്ദു മേഡത്തോടാണ്. താങ്ക് യു ലിജു, നല്ല ചോദ്യം. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വളരെ പ്രസക്തമാണ്. ഈ പരിപാടികളിൽ പങ്കെടുക്കുകയും ഈ ചോദ്യങ്ങൾ കേൾക്കുകയും ഉത്തരം പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് സ്വയം, നമ്മൾ നേരത്തെ ശ്രീ ടിനി പറഞ്ഞില്ലേ, സ്വയം ചിരിക്കുക, സ്വയം കളിയാക്കാൻ പറ്റുക എന്നുള്ളത്. അതുപോലെ ഈ ഓരോ ചോദ്യവും നമുക്കും ഈ എന്നുവെച്ചാൽ ഈ ഉത്തരം പറയുന്ന എനിക്കും ഒരു ഇൻട്രോസ്പെക്ഷൻ ആണ്. പലപ്പോഴും ഈ ഓരോ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്കും ദേഷ്യം വരും. പക്ഷെ ഈ ദേഷ്യം കൊണ്ട്, അത് നമ്മുടെ ആണെങ്കിൽ പോലും ഈ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ ഒരു കൊളീഗ് ആണെന്ന് വിചാരിച്ചു, പക്ഷെ അതിന് കുറച്ചൊരു ട്രെയിനിങ്, നമ്മളൊരു അടുത്ത 5 ദിവസത്തേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ദേഷ്യപ്പെടുന്ന, അത് അമ്മയോ അച്ഛനോ അതല്ലെങ്കിൽ സഹപ്രവർത്തകനോ മക്കളോ ആരോ ആകട്ടെ, തിരിച്ച് അവരോട് അതേപോലെ ദേഷ്യപ്പെടാതെ ആ സമയത്ത്, ചില സമയത്ത് ഇപ്പൊ നമ്മൾ ഒരു കാഷ്വാലിറ്റിയിലാണ്, ആ സമയത്തൊക്കെ ഒരു ലൈഫ് സേവിങ് സമയത്തൊക്കെ നമുക്ക് ആക്ട് ചെയ്യേണ്ടി വരും. അല്ലാത്ത സമയത്ത് ആ പെട്ടെന്ന് പ്രതികരിക്കാതെ നമ്മൾ, ഇഫ് യു ആർ ഈവൻ ബൈയിങ് ടൈം മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ആ സമയത്ത് അതേ ടോണിൽ തിരിച്ച് മറുപടി പറയാതെ നമ്മളൊന്നും മിണ്ടാതിരുന്നാൽ തന്നെ ഈ പറയുന്ന അതിന്റെ ടോൺ മാറി വരും. നമ്മൾ സമാധാനമായിട്ടാണ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിന്റെ ഒരു ടോൺ ഡെഫിനറ്റ്ലി മാറി വരും, ഡെഫിനറ്റ്ലി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ സമയം കുറെ ഡീകൾ പറയും. അതില് അവസാനത്തെ ഡി ഡിസ്കസ് ആണ്. അതില് നമ്മള് ആ റെസ്പോൺസ് ഡിലേ ചെയ്യുക, ദേഷ്യപ്പെട്ടത് നമ്മള് തിരിച്ചു പറയാനുള്ള ആ ദേഷ്യപ്പെടല് ഡിലേ ചെയ്യുക, പിന്നെ ഡിസ്കസ് ചെയ്യുക. ഇതിൽ ഏറ്റവും അവസാനം നമ്മളുടെ ആ വിഷയവും ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷെ ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു സമയത്തല്ല അത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് ഈ സങ്കടത്തിന്റെ കാര്യവും. സങ്കടം എപ്പോഴും നമ്മള് മറ്റൊരാളിന്റെ, നമ്മള് ശ്രീ ടിനിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റാരെങ്കിലുമായിട്ട്, അത് ചിലർക്ക്, നമ്മള് എല്ലാ പ്രശ്നങ്ങളും എല്ലാ സങ്കടങ്ങളും നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിഷാദരോഗമൊന്നും അല്ല. പക്ഷെ അത് വിഷാദരോഗം എപ്പോഴാകുന്നു ആർക്കെങ്കിലും പറ്റുന്നെങ്കിൽ അതിനെ ഫ്ലാഗ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതുകൊണ്ടാണ് എന്താണത്, ഇതിങ്ങനെ തുടർച്ചയായിട്ട് 2 ആഴ്ച പോവുകയാണെങ്കിൽ അവർക്ക് വേണം. പക്ഷെ അതല്ലാതെ സാധാരണ സങ്കടങ്ങളിലൊക്കെ നമുക്ക് വേറെ ആരെങ്കിലുമായിട്ട് അത് ഷെയർ ചെയ്യുകയും, നമുക്ക് എല്ലാവർക്കും ഏറ്റവും അടുപ്പവും വിശ്വാസവും സ്നേഹവും ഉള്ള കുറച്ച് പേര് കാണുമല്ലോ, അപ്പൊ അവരോട് കണക്ട് ചെയ്യുകയും അവരോട് സംസാരിക്കുകയും, പല പ്രശ്നങ്ങളും പ്രത്യേകിച്ചും കുട്ടികളുടേതൊക്കെ ഒന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളാണ്.
പക്ഷെ അത് നമ്മൾ കുറച്ച് ദിവസം അത് ഒന്ന് ട്രെയിൻഡ് ആകുമ്പോഴാണ് ഇപ്പൊ ഇതും ചെലേക, ഇതും പോകും, ഇതുമൊക്കെ ഇത്രേ ഉള്ളൂ. നമ്മളുടെ തന്നെ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളോട് നമ്മൾ തിരിച്ചൊന്ന് ഓർത്തു നോക്കിയാൽ പറയാം, അന്നൊക്കെ നമ്മൾ വിചാരിച്ചു അയ്യോ ഇതാണ് ഈ എന്റെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് തോന്നും. പക്ഷെ അതൊന്നുമല്ല, ഇതും പോകും. കോവിഡ് തന്നെ കണ്ടില്ലേ പല രാജ്യങ്ങളിലും. പക്ഷെ അതൊരു റോളർ കോസ്റ്ററിൽ ഇറങ്ങുന്ന പോലെയുള്ളതാണ്. അതുകൊണ്ടാണ് പ്രതിരോധം പ്രധാനം എന്ന് പറയുന്നത്. അതല്ലാതെ ഈ നമ്മൾ ഇത്രയും കാലം ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികൾക്കും ഒരപ്പുറത്തെ കരയുണ്ട്. ആ വെളിച്ചം കാണാൻ പറ്റുന്നതാണ് നമ്മളുടെ ഒരു കഴിവ്. താങ്ക് യു ലിജു. താങ്ക് യു മാഡം. വെരി റിലവന്റ്ലി ആൻസേർഡ് മാഡം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ശ്രീ വിനോദാണ് ട്രിവാൻഡ്രത്ത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നവര് ഒരു 1 ലൈൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുക ആൻഡ് ടു ഹൂം ആർ യു ആസ്കിംഗ് എന്നുള്ളതും കൂടെ പറയാ. ശ്രീ വിനോദ് ഉണ്ടോ ട്രിവാൻഡ്രത്ത് നിന്നുള്ള? വിനോദ് അൺമ്യൂട്ട് ചെയ്തോളൂ. വിനോദ് ഉണ്ടോ ലൈനില്? ക്യാമറ പച്ച ലൈനിൽ നോക്കാം. ശരി, അപ്പൊ ഞാൻ വിനോദിന് പകരം, വിനോദ് ഇല്ല ഞാൻ വിചാരിക്കുന്നു, വിനോദിന് പകരം അദ്ദേഹം അയച്ചു തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ശ്രീ ടിനി ടോമിനോടാണ്. സിനിമാ വ്യവസായം അനിശ്ചിതത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഇത്തരം അവസ്ഥകളിൽ താങ്കൾ എങ്ങനെ ആയിരുന്നു കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടിരിക്കുന്നത്? സിനിമ എന്ന് പറയുന്നത് ജനങ്ങൾക്കൊരു അത്യാവശ്യ ഘടകമല്ല. സ്കൂൾ അത്യാവശ്യമാണ്, ഏറെ ആശംസിച്ചില്ല. സിനിമ എന്റർടൈൻമെന്റിന്റെ ഒരു ഭാഗമാണ്. അത് ഇപ്പോ അത് പൂർണ്ണമായിട്ടും നിശ്ചലമായിരിക്കുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ, സിനിമയിൽ ക്രൈസിസ് വരുമ്പോൾ ഞാൻ TV ചെയ്യാറുണ്ടായിരുന്നു. TV ക്രൈസിസ് വരുമ്പോൾ സ്റ്റേജ് ചെയ്യായിരുന്നു. ഇത് മൂന്നും നിന്നുപോയൊരു അവസ്ഥയാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നിശ്ചലമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ വിധി എന്ന് പറയുന്നത് ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ. എന്റെ കുറ്റം കൊണ്ട് എന്നെ നശിപ്പിക്കാൻ എനിക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഈ വിധി എന്ന് പറയുന്നത് നമ്മൾ നേരിടണം, എങ്കിൽ മാത്രമേ നമ്മൾ ജയിക്കുള്ളൂ. ഷട്ടിൽ കളി പോലെയാണ്. ഈ ഷട്ടിൽ കളിക്കുമ്പോൾ ഈ ഷട്ടിൽ നെറ്റിന്റെ മുകളിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തോറ്റു. അവിടെ കട്ടടിച്ചിടുക എന്നാണ്. അപ്പൊ ഈ വെള്ളപ്പൊക്കം വന്നപ്പോഴും ഞാൻ അതിനെ ഡിഫെൻഡ് ചെയ്തു. ഉള്ളതുപോലെ പോവാം, നമുക്ക് ഭക്ഷണം കഴിച്ചാൽ മതി, അതിനുള്ളൊരു ഇത് ദൈവം തന്നാൽ മതി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് നിന്നു. അത് എന്റെ ഇതിനു മുമ്പുണ്ടായ ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു വന്നുകൊണ്ടാണ്. അപ്പൊ അതെന്നെ പ്രാപ്തനാക്കുകയായിരുന്നു ദൈവം. ഈ 2 വെള്ളപ്പൊക്കവും ഈ കൊറോണയൊക്കെ ഫേസ് ചെയ്യാൻ ഇതിനു മുമ്പ് എനിക്ക് ഇതുപോലെ ഈ ഡിപ്രഷൻ സംഭവം വന്നപ്പോ എന്നെ കൂടുതൽ ശക്തനാക്കി. ഇനി ഏത് പ്രതിസന്ധി, അതുകൊണ്ട് നമുക്കിപ്പോ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തനാക്കുന്നതാണെന്ന് വിചാരിക്കുക. ഇതൊക്കെ നമുക്ക് പറയാനേ സാധിക്കുകയുള്ളൂ. പ്രസംഗം മാത്രമല്ല, പ്രവൃത്തി കൂടി നമുക്ക് ഇതുണ്ട്. അപ്പൊ നമ്മള് ഇനിയുള്ള കാലഘട്ടത്തിൽ എപ്പോഴും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. നമുക്കിപ്പോ പിന്നെ അത്യാവശ്യം നമ്മൾ ഒന്ന് സേവ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ആർഭാടങ്ങൾ കുറക്കുക. നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാനിപ്പോ സാമൂഹികമായ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഇതിനൊക്കെ നമ്മൾ ചിലവാക്കുന്ന ഒരു തുകയുണ്ട്. അത് നമ്മൾ സേവിങ്സ് ആക്കി വെക്കുക. പിന്നെ കുറച്ച് സോഷ്യലിസം നമ്മൾ സ്വീകരിക്കുക. തൊട്ടടുത്തൊരുത്തും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഒരു അനുകമ്പ എന്ന് പറഞ്ഞാൽ അത് ജന്മന കിട്ടുന്നതാണ്. അത് കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത് 0 ബാങ്ക് ബാലൻസിൽ ജീവിതം തുടങ്ങിയാണ്. കലയിൽ ഇറങ്ങിയത് കൊണ്ടാണ്, വീട്ടിൽ പട്ടിണി ആയതുകൊണ്ടല്ല. പക്ഷെ കലയിൽ ഇറങ്ങുമ്പോൾ 0 ബാങ്ക് ബാലൻസിൽ തുടങ്ങിയത്. ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കാൻ, എനിക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത് ഈ നല്ലൊരു നാട്ടിൽ ജനിച്ചത് കൊണ്ടാണ്. ഈ കേരളം എന്ന് പറയുന്ന നല്ലൊരു നാട്ടിൽ ജനിച്ചത് കൊണ്ടാണ്. ഇവിടെ കുരുത്തക്കേടുള്ള ആൾക്കാർ കുറവാണ്. ഇപ്പോ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം മറ്റുള്ള കൺട്രീസിലൊക്കെ ഉള്ള അവസ്ഥകൾ. അപ്പോ ഇതെല്ലാം അവിടെ ഭാഗ്യമായിട്ട് കരുതുക. അപ്പൊ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഭാഗ്യം. ഇപ്പൊ ലെബനൻ അല്ലെങ്കിൽ ഇസ്രായേൽ എന്നൊക്കെ പറയുന്നത് തൊട്ടടുത്ത് ബോംബ് വീഴുമ്പോൾ ഇവിടെ തകർന്നു, വീട് പോലും ഇല്ലാത്ത അവസ്ഥകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ താഴേക്ക് നോക്കുമ്പോഴാണ് നമുക്കുള്ള ഉയർച്ച എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ ഓർക്കുമ്പോൾ ഇപ്പൊ സിനിമ എല്ലാം നിശ്ചലമായി, പക്ഷെ തിരിച്ചു വരാതിരിക്കില്ല. എല്ലാം കഴിഞ്ഞു പോകുന്നു, എല്ലാ ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്. ഈ മഴയും തോരാതിരിക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്യുക. നമുക്കിപ്പോ ഈ 2020 നമ്മൾ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മളൊരു ഫൈറ്റർ എന്ന നിലയിൽ നമുക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ജീവൻ നിലനിർത്തുക. ബാക്കിയൊക്കെ നമുക്ക് വെട്ടിപ്പിടിക്കാം. എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും ലാസ്റ്റ് നമ്മൾ പോകുന്നത് അവിടെ തന്നെയാണ്, താഴെ ഇതിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് അതിലൊന്നും നിരാശപ്പെടാതെ നമുക്ക് എന്താണ്, എല്ലാവരും ഇവിടെയൊക്കെ കുറെ സഹായങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. കൂടുതൽ ജനപ്രതിനിധികൾ കൂടുതൽ ജനനന്മയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇത്തവണ നമുക്ക് ഈ വർഷം 2019 കഴിഞ്ഞിട്ട് 2021 എന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ മതി. അപ്പൊ നമുക്ക് നിരാശകൾ ഉണ്ടാവില്ല. അപ്പൊ അതിന് ഞാൻ അങ്ങനെ തന്നെയാണ് നേരിടുന്നത്. ഇത് ഞാൻ എല്ലാ ദിവസവും മനസ്സിൽ ഇങ്ങനെ എപ്പോഴും റിഫ്രഷ് ചെയ്യാറുണ്ട്. 2020 പോട്ടെ, 2021 നമുക്ക് കാണാം. നമുക്കിപ്പോ ജീവൻ നിലനിർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.
താങ്ക് യു Okay, thank ശ്രീറ്റിനി. ഈ വളരെ റിലവന്റ് ആയിട്ട് പറഞ്ഞതുപോലെ ഈ ജാക്ക് മാ എന്ന് പറയുന്ന അലിബാബന്റെ ഓണർ ഒരു പോസിറ്റീവ് കോട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട് 2020 ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂലാണ് അദ്ദേഹം പറയുന്നത്, ഇഫ് യു ആർ അലൈവ് ഓർ ഇഫ് യു ആർ സർവൈവിംഗ് ദെൻ ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് പ്രോഫിറ്റ്. 2020 നമുക്ക് അതിജീവിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രോഫിറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. അല്ലാതെ കുറെ സ്ഥലങ്ങളുണ്ട്, കുറെ കാറുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ ഇതൊന്നും കാര്യമില്ല. പ്രത്യേകിച്ച് ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഞാൻ എന്റെ കൂട്ടുകാരോട് പറയുന്നതാണ്, നമ്മൾ വിൽക്കുന്നത് ഈ ശരീരമാണ്. അപ്പൊ ശരീരം നന്നായിട്ട് ഇരുന്നില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. ഇപ്പൊ റിയൽ എസ്റ്റേറ്റുകാർക്ക് സ്ഥലമാണ് നോക്കുന്നത്, അതുപോലെയാണ് നമ്മൾ ഇപ്പോ നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്താൽ കിട്ടില്ല. ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് ആരോഗ്യമാണ്. അപ്പൊ ആ ആരോഗ്യം സംരക്ഷിക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഷിറ്റിനി. മൂന്നാമത്തെ ചോദ്യം ഒരു മിസ് പൂജ SPC കാഡറ്റ് ആണ്. പൂജ ഓൺലൈനിലുണ്ടോ? ഉണ്ട് സാർ. പറയൂ, ഒരു വൺ ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യൂ, എവിടുന്നാന്നും എന്നിട്ട് ആരോടാ പറഞ്ഞോളൂ. നമസ്കാരം, എന്റെ പേര് പൂജ. ഞാൻ കോറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC സീനിയർ കാഡറ്റ് ആണ്. എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ദു മാഡത്തോടാണ്. ചോദിക്കൂ പൂജ. നമസ്കാരം മാഡം. നമസ്കാരം പൂജ, പറയൂ. പലപ്പോഴും ഒരേ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുമിച്ച് നേരിടേണ്ടി വരാറുണ്ടല്ലോ. അതെ. അപ്പൊ ഉദാഹരണമായിട്ട് സാമ്പത്തിക പ്രതിസന്ധി, രോഗങ്ങൾ മുതലായവ. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് നാം ഇന്നും കടന്നു പോകുന്നത്. അതെ. അപ്പോ ആ സാഹചര്യത്തെ നേരിടാൻ ഒരു വ്യക്തിക്ക് വേണ്ട അടിസ്ഥാന അല്ലെങ്കിൽ അത്യാവശ്യ കഴിവുകൾ എന്തൊക്കെയാണെന്നാണ് മാഡത്തിന്റെ അഭിപ്രായം? നല്ല ചോദ്യമാണ് പൂജ. ചിരിച്ചുകൊണ്ട് പൂജ ചോദിക്കുമ്പോ എനിക്ക് തോന്നി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു സന്തോഷമാണ്. നമ്മളുടെ ഒരു തീമും അത് തന്നെയല്ലേ, ചിരിക്കാൻ പറ്റുന്നതാണ് ഒരു വലിയ കാര്യം. പൂജ ചിരിക്കുമ്പോ എനിക്കും തിരിച്ചു ചിരിക്കാൻ തോന്നുന്നുണ്ട് അല്ലെ? എനിക്ക് തോന്നുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ചിരിക്കുകയാണ്. അപ്പൊ പൂജ, ഞാൻ നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ടിനി പറഞ്ഞില്ലേ, ഈ ചിരിപ്പിക്കാൻ സിനിമ അത്ര ഒരു അത്യാവശ്യം അല്ലാന്ന്. പക്ഷേ ഈ കല വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ പറയുന്ന പൂജയുടെ ചോദ്യത്തിന്റെ ഉത്തരം തന്നെ നമുക്ക് നല്ല ശാരീരിക ആരോഗ്യവും നല്ല മാനസികാരോഗ്യവും വേണം. അതുപോലെ തന്നെയാണ് സാമൂഹിക ആരോഗ്യം. സാമൂഹിക ആരോഗ്യമാണ് മറ്റ് ഈ നമ്മുടെ ജോലി, സാമ്പത്തിക കാര്യങ്ങൾ, അതൊക്കെ അല്ലെ, നമ്മുടെ വീട്, അച്ഛന്റെയും അമ്മയുടെയും തൊഴില്, ശമ്പളം, വരും, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെയാണ് ശാരീരിക ആരോഗ്യം. ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഭക്ഷണവും വ്യായാമവും ഒക്കെ പറയുന്നത്. പിന്നെ വേണ്ടത് മാനസികാരോഗ്യമാണ്. ഈ മാനസിക ആരോഗ്യത്തില് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും നമ്മൾ പ്രശ്നത്തെ കുറിച്ച് പറയാതെ നല്ല കാര്യങ്ങളെ കുറിച്ച് പറയുക, എല്ലാവരോടും സന്തോഷമായിട്ടിരിക്കുക, പ്രശ്നങ്ങൾക്ക് പകരം പരിഹാരങ്ങളെ കുറിച്ച്. അതുപോലെ തന്നെയാണ് കല. അപ്പൊ ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു ഈ ലോക്ക്ഡൌൺ സമയത്തൊക്കെ ഇപ്പം ശ്രീ ടിനിയൊന്നും അഭിനയിക്കുന്നില്ലെങ്കിലും അവര് നേരത്തെ അഭിനയിച്ച, എനിക്കൊന്ന് ഓൺലൈൻ പരിപാടികൾ കാണുമായിരിക്കും, അതല്ലെങ്കിൽ അവര് നേരത്തെ അഭിനയിച്ച സിനിമകൾ അല്ലേ, അതൊക്കെ നമ്മൾ കാണുന്നില്ലേ പൂജ? അല്ലേ? അപ്പൊ അത് ആ സിനിമകളും എനിക്ക് തോന്നുന്നു കോമഡി പരിപാടികളും, എനിക്ക് തോന്നുന്നു പല ചാനലുകളും അത് തന്നെ വീണ്ടും വീണ്ടും പാട്ട്, കല എല്ലാം കാണുന്നുണ്ട്. അപ്പൊ മാനസികാരോഗ്യം വളരെ വളരെ പ്രധാനമാണ്. നമ്മൾ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് നല്ല മാനസികാരോഗ്യം ഉണ്ടാവുക എന്നുള്ളതും അത്യാവശ്യമാണ്. അപ്പൊ അതില് ഈ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു അറിവ് അത്യാവശ്യമാണ്, അതുപോലെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കൊറോണ കാലത്ത് നമുക്ക് കൊറോണ പിടിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം പൂജ പറഞ്ഞേ? മാസ്ക് ധരിക്കണം, സാമൂഹിക അകലം പാലിക്കണം, 20 സെക്കൻഡോളം ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസറോ സോപ്പോ ഉപയോഗിച്ചിട്ട് കൈ കഴുകണം. പിന്നെ കഴിവതും അത്യാവശ്യത്തിന് മാത്രം നമ്മൾ പുറത്തു പോകാൻ പാടുള്ളൂ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. വെരി ഗുഡ്, മിടുക്കി. അപ്പൊ നമ്മൾ ഈ കൈ കഴുകാത്ത ഒരു സമയത്തും കൈ മുഖത്തും കണ്ണിലും വായിലും ഒന്നും കൊണ്ടുപോകരുത്. അപ്പൊ നമ്മൾ ഈ കൈ കൂടെ മുഖത്ത് കൊണ്ടുപോകുന്നത് അങ്ങ് നിർത്തണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവോ? നമ്മൾ എവിടെയെങ്കിലും ഒക്കെ തൊട്ട് കയ്യിൽ ഒരു വൈറസ് ഉണ്ടെങ്കിൽ ഈ മുഖത്തും വായിലും കണ്ണിലും കൂടെയൊക്കെയാണ് ഇത് കയറാനുള്ള ഒരു സാധ്യത. ഇത്രേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കൊറോണ വരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. വളരെ 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 വിരളമാണ്. അപ്പൊ അതാണ് അത്. പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റു ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഭക്ഷണം, വ്യായാമം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണ്ടേ? വേണം. പിന്നെ സാമൂഹിക ആരോഗ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നേരത്തെ ശ്രീ ടിനിയും പറഞ്ഞു, SPCക്കാരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇതിന്റെ കോവിഡുമായിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും ഉൾപ്പെട്ടിട്ടില്ലേ?
ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പല യൂണിറ്റുകളും എനിക്ക് തോന്നുന്നു പല അതിന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്നു ആദ്യ ഭാഗത്തൊക്കെ പ്രളയത്തിലും ഒക്കെ നിങ്ങൾ ചെയ്തില്ലേ? SPC ഇൻവോൾവ് അല്ലായിരുന്നോ? പല കാര്യങ്ങളിലും ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് തൊട്ടടുത്തെങ്കിലും, കാരണം ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പൊ നമ്മളുടെ കൂടെയുള്ള നമ്മളുടെ അയൽ വീടുകളിലുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള നമുക്കറിയാവുന്നവരെ ഏതൊക്കെ തരത്തിൽ സഹായിക്കാൻ പറ്റും ആ തരത്തിൽ നമ്മൾ സഹായിക്കണം. കാരണം ഒന്നിച്ചു മാത്രമേ നമുക്കിപ്പം മുന്നോട്ട് പോകാൻ പറ്റൂ. പരസ്പരമുള്ള സഹായം അതെന്താണെങ്കിലും, നമുക്ക് ഒരു വാക്കുകൊണ്ടുള്ള സപ്പോർട്ട് ആണെങ്കിലും, അത് ഭക്ഷണമാണെങ്കിലും, ഏത് തരത്തിലുള്ള സപ്പോർട്ട് ആണെങ്കിലും നമ്മൾ ഒന്നായിട്ട് മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകാൻ പറ്റൂ. പൂജ, താങ്ക് യു. താങ്ക് യു മാഡം. ഇനി 4ാമത്തെ ചോദ്യം ചോദിക്കാൻ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് മാസ്റ്റർ ആദർശാണ്, SPC കാഡറ്റ്. ആദർശ് ഉണ്ടോ ലൈനില്? ഉണ്ട്. പറയൂ ആദർശ്. നമസ്കാരം, എൻ്റെ പേര് ആദർശ്. ഞാൻ GBHS ചെറുകുന്ന് സ്കൂളിലെ സീനിയർ കാഡറ്റ് ആണ്. എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ദു മാഡത്തോടാണ്. പറയൂ ആദർശ്. നമസ്കാരം. കൊറോണ കാലത്ത് കുട്ടികൾ ഒരുപാട് സമ്മർദ്ദത്തിൽ ടെൻഷനിലൂടെയും കടന്നു പോവുകയാണ്. അവരെ ഉപദേശിക്കുന്നത് എങ്ങനെയാണ്? ആദർശിന് ടെൻഷൻ കുറയുന്നത് എപ്പോഴൊക്കെയാണ്? ആദർശിന് സന്തോഷം വരുന്നത് എപ്പോഴാണ്? നമ്മൾ ഈ ടെൻഷൻ കുറയുക എന്നുള്ളതിന് പകരം സന്തോഷം കൂട്ടുന്നത് എപ്പോഴൊക്കെയാണ്? ആദർശിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സിനിമ കാണുക. സിനിമ കാണാൻ പറ്റുമോ ഇപ്പൊ കാണാൻ കഴിയില്ല. തിയേറ്ററിൽ പോയി കാണാൻ പറ്റൂല, അല്ലാതെ കാണാൻ പറ്റൂലേ? കാണാൻ പറ്റും, കുറച്ചൊക്കെ കാണാൻ പറ്റും. തിയേറ്ററിൽ ഇനി പോയി കാണാം. ഇതൊക്കെ ഒന്ന് കുറയട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സ്ക്രീനി പറഞ്ഞില്ലേ, അടുത്ത വർഷമാണ് അദ്ദേഹം വലിയ വലിയ സിനിമകൾ ചെയ്യാനിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ കഥയൊക്കെ അവർ എഴുതുമ്പോൾ അതിന്റെ തീമൊക്കെ ശരിയാക്കി നമുക്കിനി വളരെ കിടിലൻ സിനിമകൾ ഇനി വരാൻ പോവുകയാണ്. അപ്പൊ കാണാം. പറയൂ, വേറെ എന്തൊക്കെയാണ് ആദർശിന് സന്തോഷമുള്ളത്? ആദർശ്, അപ്പൊ നമുക്ക് താല്പര്യമുള്ള ഇതില് നമ്മൾ നേരത്തെ പൂജയോട് പറഞ്ഞ പോലെ ഇതില് നമുക്ക് താല്പര്യം, ഈ സമയത്ത് നമ്മള് മനസ്സിന്റെ ആരോഗ്യം വേണം. കോമഡി ഷോ കാണുന്നത് അത് കാണാമല്ലോ. ഇപ്പൊ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? ആദർശ്, അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടോ വീട്ടില്? എനിക്ക് തോന്നുന്നു ലൈനില് കണക്ഷൻ ഇല്ല. നമുക്ക് വീട്ടില് അമ്മ, അച്ഛൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ അവരൊക്കെ ഉണ്ട്. കേൾക്കാമോ ആദർശ്? അവരോട് സംസാരിക്കാം. നമുക്ക് ഫോണിൽ കണക്റ്റഡ് ആവാം. ഗെറ്റിംഗ് കണക്റ്റഡ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ നേരിട്ടുള്ള സംസാരം, കളി, ഫുട്ബോൾ കളി, ഇതൊക്കെ നമ്മൾ ഈ അവസരത്തിൽ ഒഴിവാക്കണം. കാരണം ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ നമുക്കറിയാം ഒന്നിച്ചടുത്ത് വരും. അതുപോലെ നമ്മൾ സംസാരിക്കുകയും നമ്മൾ ശ്വാസം ആഴത്തിലെടുക്കുകയും ഒന്നിച്ചു നിന്ന് ആളുകൾ എക്സസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് ഈ ജിമ്മൊക്കെ തുറക്കാത്തത്. കാരണം ഒന്നത് അടഞ്ഞ എൻവയോൺമെന്റ്, രണ്ട് നമ്മൾ ഈ ശ്വാസം, അതാണ് പാട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ഇപ്പം പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോഴും പാട്ട് വരുമ്പോഴും ഓരോരുത്തരും അവരവരുടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് പാടിയിട്ടല്ലേ മിക്സ് ചെയ്യുന്നത്. അപ്പൊ ഒന്നിച്ചുള്ള ആക്ടിവിറ്റികൾ ഇപ്പൊ നമുക്ക് കുറച്ച് മാസത്തേക്ക് കൂടി ബുദ്ധിമുട്ടാണ്. ബാക്കി നമുക്ക് സന്തോഷം തോന്നുന്ന എന്ത് കാര്യങ്ങളും ചെയ്യാം. ഈ ഒറ്റയ്ക്കിരുന്ന് ഇതിനെക്കുറിച്ച് ഈ ഓൺലൈൻ ക്ലാസ്സുകൾക്കപ്പുറം മറ്റു കാര്യങ്ങളിൽ കൂടി നമ്മൾ ഇടപെടുക, മറ്റുള്ളവരുമായി ബന്ധപ്പെടുക, ഗെറ്റിംഗ് കണക്റ്റഡ്. ആദർശ്, കോമഡികൾ ഇഷ്ടമാണെന്നാണ് ആദർശ് പറഞ്ഞത്. രഞ്ജിത്ത്, ആദർശ് ലൈനിൽ നിന്ന് പോയെന്ന് തോന്നുന്നു. ആദർശിനെ കാണുന്നില്ല. ഐ തിങ്ക് മാഡം പോയിട്ടുണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് കുറച്ച് ഫേസ്ബുക്കിലും നമ്മുടെ സൂമിലും ചാറ്റിലുമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ MBTയുടെ ബാക്ക് ബോൺ ആയ സേഫ് അത് കമ്പൈൽ ചെയ്തിട്ടുണ്ട്. സേഫ്, ഓവർ ടു യു സേഫ്. താങ്ക് യു സോ മച്ച്. ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ന് 8ാമത്തെ സെഷനാണ്. ഒരു ഓവർ ദ ടൈം ഒരുപാട് ഓഡിയൻസ് ഇതിൽ റെഗുലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നോക്കി കഴിഞ്ഞപ്പോ ഏകദേശം ഒരു 741 ഷെയർ നമ്മുടെ ഫേസ്ബുക്ക് ലൈവ് പോയിട്ടുണ്ട്. ഒരു 20,000-അടുത്ത് കമന്റുകൾ വരുന്നുണ്ട്, പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോ ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ ഇപ്പൊ തന്നെ റീച്ച് ആയിട്ടുണ്ട്. അപ്പൊ അത്രയും ആളുകൾ ഇത് കാണുന്നു എന്നുള്ളത് തന്നെ വലിയ സന്തോഷം. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു 8:15 വൈൻഡപ്പ് ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. അത് കമന്റ് ബോക്സിൽ വന്ന ഒരു ചോദ്യമാണ്. ശ്രീ ടിനി ടോം, അദ്ദേഹത്തോടാണ് ഈ ചോദ്യം ഉള്ളത്. ചോദ്യം ഇതാണ്: നമ്മള് ഇപ്പോ
പിന്നെ ഈ കൊറോണ പീരീഡിൽ നമ്മളെല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ ഒരുപാട് TV ഒരുപാട് കാണുന്ന സമയം കൂടിയാണ് ഇത്. അപ്പൊ TV കാണുന്ന സമയത്ത് അവിടെ കൊറോണയെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളാണ് കൂടുതൽ വരുന്നത്. പിന്നെ കുറെ നെഗറ്റീവ് ന്യൂസസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആളുകളുടെ സ്ട്രെസ് കൂട്ടാൻ ഇടയാക്കില്ലേ, പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ ഉപദേശിക്കാനുള്ളത് എന്നാണ് ടിനി ടോം അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഞാൻ TV കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ നിങ്ങൾ വളരെ കുറച്ച് സമയം അത്യാവശ്യം അറിയേണ്ട കാര്യം മാത്രം അറിഞ്ഞിട്ട് മൊബൈൽ ആണെങ്കിലും TV ആണെങ്കിലും മാറ്റി വെച്ചേക്കുക. മറ്റൊന്നുമല്ല, ചാനലുകൾ മത്സരിക്കുകയാണ് ഭീകരത വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറയുന്നില്ല, ഞാൻ ചാനൽ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത് കൂടുതൽ പ്രശ്നം. ഇപ്പൊ അവിടെ എത്രയും പേര് മരിച്ചു എന്ന് പറയുമ്പോഴേക്കും ഉടനെ ക്യാമറകളെല്ലാം അവിടെ ഉണ്ട്. നമ്മൾ കാലത്ത് പത്രം വായിക്കുമ്പോൾ പോലും ചിലപ്പോൾ സെൻസർ ചെയ്യാത്ത വിഷയങ്ങളാണ്. നമ്മൾ അന്നത്തെ ദിവസം കളയും. ചിലപ്പോൾ ഒരു അപകട മരണം, അതൊന്നും വൈകിട്ട് വരെ നമ്മൾ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ട് എന്റർടൈൻമെന്റിന്റെ ഏരിയ അല്ലെങ്കിൽ ഇൻഫോർമേഷന്റെ ഏരിയയിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് ഒരുപാട് കുറക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്തിട്ടുള്ളതാണ്. കാരണം നമ്മൾ വളരെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ വീണ്ടും ഒരു സങ്കട സിനിമ കണ്ടിട്ട് നമ്മൾ എപ്പോഴും അതാണ്, നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഹാപ്പി ആയിട്ട് ആൾക്കാരെ വിടണം എന്നുള്ളതാണ് നമ്മുടെ ഇത്. പല ടൈപ്പുള്ള പല ജോണറിലുള്ള സിനിമകളുണ്ട്. പക്ഷെ ആൾക്കാർ ഇത്രയും സ്ട്രെസ് ഉള്ളപ്പോൾ അവർക്ക് സന്തോഷിച്ചിട്ട് തിയേറ്ററിൽ ഒരു പാർക്കിൽ വന്ന് പോകുന്ന സന്തോഷത്തോടെ പോകാൻ സാധിക്കണം എന്നുള്ള ഞാൻ കൂടുതൽ ഇതിന് കൊടുക്കുന്നത്. കാരണം ഞാൻ ചിരിയുടെ ഒരു അംബാസിഡറാണ്. അപ്പൊ ചിരിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ TV എന്ന് പറയുന്ന സംഭവം അത്യാവശ്യം, ന്യൂസുകൾ തന്നെ അത്യാവശ്യം അറിയാൻ വേണ്ടി. സന്ധ്യാ ചർച്ചകളൊന്നും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. അവര് അത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ പോയിരിക്കുമ്പോൾ നമ്മുടെ വേസ്റ്റ് ഓഫ് എനർജി, വേസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, വേസ്റ്റ് ഓഫ് ടൈം ഒക്കെ സംഭവിക്കുന്നുണ്ട്. കാരണം ഒരേ വിഷയങ്ങൾ തന്നെ പല ചാനലുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ചാനലിന് അത് ആവശ്യമാണ്, അത് എൻജോയ് ചെയ്യുന്നത്. ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. കാരണം ഞാൻ കോമഡി ഉണ്ടാകാൻ വേണ്ടിയാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇവരെങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞാൻ അവരുടെ എന്റെ ടൈം ചെലവാക്കുന്നത് ഞാൻ എനിക്ക് തമാശകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും TV എന്ന് പറയുന്ന സംഭവത്തിന് അത്യാവശ്യം ഉപയോഗിക്കുക. അധികം ആയാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ എല്ലാ ന്യൂസ് ചാനലും വെച്ചിട്ട് അവിടെ ഇത്രയും പേര് മരിക്കുന്നു, ഇവിടെ ഇത്രയും പേര് കൊറോണ പിടിക്കുന്നു, അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങളത് ജസ്റ്റ് ഇൻഫർമേഷൻ കിട്ടിയാൽ മതി. അത് നിങ്ങളൊന്നും ബാധിക്കുന്നില്ല. അപ്പോൾ അത് കുറച്ച് കുറവാക്കുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫേക്ക് ന്യൂസ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലാണ് വരുന്നത്. നിങ്ങൾ ഫോൺ കോൾസ് എടുക്കൂ. നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ലോകത്ത് നടക്കുന്ന അത്യാവശ്യം നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ വിദേശ വാർത്താ മറ്റേ യാത്രാ വിവരണങ്ങളൊക്കെ ഉണ്ട്. ഒരു രാജ്യം, പുതിയ രാജ്യം, അത് കണ്ടുപിടിച്ചതിനെ കുറിച്ചും ഒരുപാട് ചാനൽസ് ഉണ്ട്. ഞാൻ കൂടുതലും ഇപ്പോ നാഷണൽ ജിയോഗ്രഫിക്കും അതുപോലെ തന്നെ സഫാരി എന്ന് പറയുന്ന ചാനലിലേക്ക് കുറച്ച് ഇൻഫോർമേഷൻ കിട്ടും. മറ്റേ ചാനൽ മോശമെന്നല്ല ഞാൻ പറയുന്നത്. സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ തന്നെ വൈകിട്ട് കുറച്ചു നേരം കണ്ടാൽ ഞാൻ ഓഫ് ചെയ്ത് വെക്കും. കാരണം നമുക്ക് ഭയപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഒഴിവാക്കും. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, മഴ തോരാതിരിക്കില്ല. പക്ഷെ നമ്മൾ പ്രഷർ അടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ വെറുതെ ഇരുന്ന് വേകുക എന്ന് മാത്രമേ ഉള്ളൂ. അത് കൺട്രോൾ ചെയ്യാനും അത് നോക്കാനും ആൾക്കാരുണ്ട്. നമ്മുടെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം എന്നെ നശിപ്പിക്കാൻ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റൊരാൾ വന്നിട്ട് കയറില്ല. അതുകൊണ്ട് എന്താണ്, ഞാൻ എന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുക. അല്ലാതെ ഒരു ചാനലുകൾ ലോകത്തുള്ള എല്ലാം അത്ര ഇൻഫർമേഷൻസിനെ കുറിച്ച് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അത് കുറക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു വളരെ റിലവന്റ് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ചില മെസ്സേജസ് ആണ് രണ്ടുപേരുടെ അടുത്ത് നിന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. നമ്മള് ഒരു മാഡം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്ട്രെസ് മാനേജ്മെന്റ് എന്നുള്ള ഒരു വിഷയമാണെങ്കിലും ആ സ്ട്രെസ് എന്നുള്ള ഒരു സാധനം നമുക്ക് പോസ്റ്ററിലൊക്കെ എഴുതി വന്നപ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ സ്മൈലിംഗ് ത്രൂ ടഫ് ടൈംസ്, ഈ പിന്നെ സമയം നമ്മൾ എങ്ങനെ ചിരിച്ചുകൊണ്ട് നമുക്ക് നേരിടാം എന്നുള്ള ഒരു വിഷയത്തിലേക്ക് ഞങ്ങൾ എത്തിയത്. നിരവധി കമന്റ്സുകളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും പറയുന്നു ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ഒരുപാട് ഈ സ്ട്രെസ്സിനെയൊക്കെ ഈ സമയത്തുള്ള ബുദ്ധിമുട്ടുകളെ നേരിടാൻ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടിപ്സ് ഞങ്ങൾക്ക് കിട്ടി. എനിക്ക് തോന്നുന്നു മാഡം വളരെ ശാസ്ത്രീയമായിട്ടുള്ള കുറെ ടിപ്സ് പറഞ്ഞപ്പോൾ സ്വന്തം ജീവിതത്തിൽ നിന്നുകൊണ്ട് അതിന് വലിയൊരു താങ്ക്സ് പറയാണ്. കാരണം സ്വന്തം ജീവിതത്തിൽ നിന്നുകൊണ്ട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ശ്രീ ടിനി അതിനെ പിന്നെ വിശദീകരിച്ചത്. എനിക്ക് തോന്നുന്നത് രണ്ട് വ്യത്യസ്ത ആംഗിളുകളിൽ നിന്ന് സംസാരിച്ചെങ്കിൽ കൂടി രണ്ടുപേരും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. രണ്ടുപേരും പറഞ്ഞ ഒരേ കാര്യം, മാഡം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറഞ്ഞ കാര്യം, ഈ സമയം കടന്നു പോകും. ഏത് സ്ട്രെസ് ആണെങ്കിലും ആ സമയം കടന്നു പോകും. ഒരു നല്ല സമയം തുടർന്ന് വരാനുണ്ട് എന്നുള്ളതായിരുന്നു. ഏകദേശം ചില കാര്യങ്ങൾ പറഞ്ഞു വന്ന സമയത്ത് ടിനി ടോം പറഞ്ഞത് ഈ മഴയും തോർന്നു പോകുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വളരെ സന്തുലിതമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിച്ചത്. താങ്ക് യു സോ മച്ച്.
ഞങ്ങൾ MBTയുടെ ഭാഗത്ത് നിന്ന് വളരെ വളരെ നന്ദി രണ്ടുപേർക്കും. പിന്നെ ഈ തിരക്കിനിടയിലും ഇവിടെ വന്നിട്ട് ഈ ഒരു വിഷമ സന്ധ്യയിൽ യാതൊരു തിരക്കുമില്ല, ഒരു തിരക്കുമില്ല. ഇനി കുറച്ചും കൂടി ഫ്രീ ആണ് ഈ സമയത്ത്. പക്ഷെ മാഡം എനിക്ക് ഇന്നലെ അദ്ദേഹത്തിന് എനിക്ക് നേരിട്ട് പരിചയമില്ല. ഇപ്പൊ എനിക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് ആരാധകരുള്ളതാണ് അദ്ദേഹത്തിന്റെ കൂടെ. ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഐ കുഡ് ഷെയർ എ പ്ലാറ്റ്ഫോം, ഐ മീൻ ദി സ്പേസ് വിത്ത് യു. വി ഹാവ് നെവർ മെറ്റ് ഏർലിയർ. ഡോക്ടറായിട്ട് എനിക്ക് ഇത്രയും ഞാൻ മറ്റുള്ളവർക്ക് പറയുന്ന ഉത്തരങ്ങളെല്ലാം ഞാൻ എന്റെ മനസ്സിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് മോട്ടിവേഷൻ നമുക്ക് കിട്ടും. ഇതുപോലുള്ള ടോക്സ് നമുക്ക് കേട്ടാൽ മതി. ഇത് തന്നെയാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഇതുപോലുള്ള മാഡത്തിനെ പോലെ സെൻസിബിൾ ആയിട്ട് സംസാരിക്കുന്നവരെടുത്ത് സംസാരിക്കുക. ഞാൻ തമാശയായിട്ട് പറയുന്നത്, എന്റെ അടുത്തൊരു ന്യൂസിന്റെ ആളുണ്ട്. ആ പുള്ളി കാലത്ത് ഇപ്പൊ ഒരു അറിഞ്ഞ കോട്ടയത്ത് ഒരു ബസ് അപകടം ഉണ്ടായി, 22 പേര് മരിച്ചു. സന്തോഷമാണ് പുള്ളിയുടെ മുഖത്ത്. ഒരാളുടെ രക്ഷപ്പെട്ടു. അയ്യോ, കാരണം അവർക്ക് ന്യൂസ് ആക്കേണ്ടത് മരിച്ച സംഭവമാണ്. അപ്പൊ നമ്മൾ സന്തോഷിക്കേണ്ടത് ഒരാളുടെ രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷം. അപ്പൊ നമ്മൾ എന്താണ് എപ്പോഴും ഇതുപോലുള്ള ടോക്സ് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇപ്പൊ മാഡത്തിനോടൊപ്പം ഇത്ര നേരം ഇരിക്കാൻ സാധിച്ചപ്പോൾ എന്റെ സ്ട്രെസ് കുറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്റെ ഉള്ളിലുള്ള സ്ട്രെസ് എന്താണെന്ന് പുറത്താർക്കും അറിയില്ല. ഈ കോവിഡ് കാലത്ത് കലാകാരന്മാർക്ക് വളരെ, അല്ലെങ്കിൽ തന്നെ കലാകാരന്റെ സ്ഥാനം വളരെ ഔന്നത്യങ്ങളിലാണ്. ഈ കോവിഡ് കാലത്ത് വാസ്തവത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു ഗോയിങ് ത്രൂ ദ സ്ട്രെസ്. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദി പ്രൊഫഷണൽസ്, എല്ലാ ആളുകളും എനിക്കൊന്ന് കുറച്ച് സമയമെങ്കിലും നിങ്ങളുടെയൊക്കെ ഈ പരിപാടികളെ കാണുകയും ഒക്കെ ചെയ്യുന്നത് ആണ് ഒരു വളരെ സ്ട്രെസ് റിലീവിങ് ആണ്. ഇതുകൂടെ ഇല്ലെങ്കിൽ ഭയങ്കര മനുഷ്യന് ഈ ആവിയില് വേവുന്ന പോലെയുള്ള ഒരു അവസ്ഥയില്ല. അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഈ കല വളരെ വളരെ അത്യാവശ്യമാണ്. ഐ തിങ്ക് താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ വാല്യുബിൾ എക്സ്പീരിയൻസസ്. താങ്ക് യു ഒരിക്കൽ കൂടി. കാരണം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇതും സംഭവിക്കുന്നത് പോസ്റ്റിൽ. അതായത് ഒരു മോഡറേറ്ററുടെ ഒരു ഇടപെടൽ ഇല്ലാതെ തന്നെ രണ്ട് സ്പീക്കേഴ്സും തമ്മിൽ വളരെ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവുന്നത്. എന്തായാലും ഇത് മറ്റേ സന്ധ്യാ ചർച്ചയല്ലല്ലോ നമ്മൾ തല്ലുപിടിക്കാൻ. അങ്ങനെ പറയരുത്, എന്തുകൊണ്ടാണ് അത് നിങ്ങൾ പറയണം. അത് തന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും. അവര് തമ്മിൽ അടിക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും IAS ഓഫീസർ അല്ലേ, എന്താണ് അത് പറയാം. അതെ, ആളുകൾ മുഴുവൻ ദേഷ്യപ്പെട്ടും അല്ലെ മറ്റുള്ളവരുടെ വിരൽ ചൂണ്ടി സംസാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പരസ്പരം മനസ്സ് തുറന്ന് സംവദിക്കാവുന്ന ഒരു വേദിയാണ്. അപ്പോൾ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത് അവസാനം ശ്രീ ടിനി പറഞ്ഞ കാര്യം തന്നെയാണ്. ന്യൂസ് ചാനലൊക്കെ കാണുന്നതൊക്കെ കുറച്ച് പോസ്റ്റ് പോലെയുള്ള പരിപാടികൾ കൂടുതൽ കാണാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി അടുത്ത ആഴ്ച ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും 7 മണിക്കാണ് ഓരോ ടോപ്പിക് എടുത്തിട്ട് നമ്മൾ വളരെ ഇമിനന്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സിന്റെ സഹായത്തോടു കൂടി ചർച്ച ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 8ാമത്തെ ടോക്ക് ആയപ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ സമയം നോക്കി നിൽക്കുകയും ഇങ്ങോട്ട് ചോദിച്ചതിന്റെ ലിങ്ക് മേടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കായിട്ടുണ്ട്. വലിയ സന്തോഷം. അപ്പൊ അടുത്ത പ്രാവശ്യത്തെ ടോപ്പിക് ഇതാണ്, പ്ലഷർ ഓഫ് ഗിവിംഗ് ആണ്. പ്ലഷർ ഓഫ് ഗിവിംഗ് അത് വളരെ എമിനന്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഈ വിഷയം സംസാരിക്കും. ഇതാ ഓൾറെഡി നിങ്ങളുടെ സ്ക്രീനിൽ ആ പോസ്റ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്ലഷർ ഓഫ് ഗിവിംഗ് 31-ാം തീയതി നമ്മൾ സൂമിലും ഫേസ്ബുക്കിലുമായിട്ട് ഈ ചർച്ച സംഘടിപ്പിക്കും. അപ്പൊ പ്രേക്ഷകരോട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ സമയത്ത് ഇത് വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇതിലുള്ള വാല്യുബിൾ ലെസൺസ് നമ്മൾ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് നമുക്ക് പകർത്തിയെടുക്കാം. താങ്ക് യു സോ മച്ച് രണ്ട് സ്പീക്കേഴ്സിനോടും അതുപോലെ തന്നെ ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ച ഓഡിയൻസിനോടും. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. താങ്ക് യു സേഫ്. ഗുഡ് നൈറ്റ്.